ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭൂതേർമഹദ്ഭിർയൈമാ പുരോ വിഭോ നിർമ്മായ സേധേ യദമോഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം ഗൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. സമാദരണീയരായ സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ ശ്രുതിഗീത എന്ന പ്രകരണമാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ഭാഗവതം എന്നെല്ലാം ഭാഗവതം പോലുള്ള പുരാണങ്ങൾ, രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങൾ ആയതിൻ്റെയൊക്കെ പ്രസിദ്ധമായ ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യം ഉപനിഷൽ തത്വത്തെ, വേദ താൽപ്പര്യത്തെ ബോധിപ്പിക്കുക, സാധാരണ ജനസമക്ഷം പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. മഹാഭാരതത്തിൽ വളരെ വ്യക്തമായി വേദവ്യാസ മഹർഷി ഈ വിഷയം പറയും. ഇതിഹാസ പുരാണാഭ്യാം വേദം സം ഉപബ്രഹ്മയേത്. ഇതിഹാസ പുരാണങ്ങൾ വേദത്തിൻ്റെ ഒരു വിസ്താരമാണ്. സാധാരണഗതിയിൽ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള, തീർത്തും ശിഷ്യലക്ഷണങ്ങൾ തികഞ്ഞ, സാധനാ ചതുഷ്ടയ സമ്പന്നരായ ശിഷ്യന്മാർക്കായി പരോക്ഷവാദപരമായ പ്രതിപാദന ശൈലിയെ അവലംബിച്ച് ഋഷീശ്വരന്മാർ ഉപദേശിച്ച ഉപനിഷത് വാക്യങ്ങളെ, വേദവാക്യങ്ങളെ നമ്മളെപ്പോലെ ലൗകിക തലത്തിൽ നിരന്തരം വ്യവഹരിക്കുന്ന സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അത് കണ്ടറിഞ്ഞ് നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന രീതിയിൽ, രസിപ്പിക്കുന്ന രീതിയിൽ, അങ്ങനെയുള്ള കഥകളിലൂടെ, ചരിത്ര കഥകളിലൂടെ ഈ ഉപനിഷത് താൽപ്പര്യത്തെ, വേദ താൽപ്പര്യത്തെയും വിസ്തരിക്കുകയാണ് വേദവ്യാസ മഹർഷി ഇതിഹാസങ്ങളിലൂടെയും പുരാണങ്ങളിലൂടെയും ചെയ്യുന്നത്. അവിടെ തന്നെ ഈ ഒരു ലക്ഷ്യം അദ്ദേഹം പ്രധാനമായും സാധിച്ചെടുക്കുന്നത് പുരാണങ്ങളാണെങ്കിൽ സ്തുതിഭാഗങ്ങളിലൂടെയും ഉപദേശഭാഗങ്ങളിലൂടെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കഥാഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണ്ട എന്നല്ല, മറിച്ച് കൂടുതൽ പ്രാധാന്യം ഈ സ്തുതിഭാഗങ്ങൾക്ക്, ഉപദേശഭാഗങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അവിടെ വിചാരതലത്തിൽ പുരാണങ്ങളെ വിലയിരുത്തി ഇതിൻ്റെ സത്തയെ ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട് എന്നർത്ഥം. ഇവിടെ ശ്രുതിഗീത ആ രീതിയിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു ഭാഗമാണ്, വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു ഭാഗമാണ്. വേദങ്ങൾ ഭഗവാനെ സ്തുതിച്ചത്, ശ്രുതികളാൽ ഗാനം ചെയ്യപ്പെട്ടത് ശ്രുതിഗീത എന്നർത്ഥം. അപ്പം വലിയൊരു മുഖവുരയ്ക്കൊന്നും നമുക്ക് സമയമില്ല. നിശ്ചയിച്ച സമയത്തിൽ നിന്നും അരമണിക്കൂർ വൈകിയാണ് നമ്മൾ ആരംഭിച്ചത്. അത് ചെറിയൊരു ആശയക്കുഴപ്പം സംഭവിച്ചു. ഇനി ഇവിടുന്ന് പറഞ്ഞതിൽ വ്യക്തത ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ ധരിച്ചതിൽ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാണ്. സാധാരണഗതിയിൽ 2 മണിക്കാണ് പ്രഭാഷണം തുടങ്ങുക. അപ്പോൾ ഇവിടെയും 2 മണിക്കായിരിക്കും. രാവിലെ വിളിച്ച് ബന്ധപ്പെട്ട ആളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു 1:30-ക്കാണെന്ന്. അപ്പോഴും കുറച്ച് കടന്ന് ചിന്തിച്ചു. വെച്ചാൽ 1:30-ക്ക് ഇവിടെ എത്താൻ പറയുക, 2 മണിക്ക് തുടങ്ങുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നിത്തിരി വൈകിപ്പോയതാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും അതിലേക്കൊന്നും നീങ്ങുന്നില്ല, സമയം വളരെ കുറവാണ്. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അപ്പം നമ്മൾ 86-ാമത്തെ അധ്യായം വരെ ചിന്തിച്ചു കഴിഞ്ഞു. അവിടെ ശ്രുതദേവൻ്റെയും ബഹുലാശു എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെയും കഥയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടത്. ഒരേ സമയത്ത് 2 പേരുടെയും ഗൃഹങ്ങളിൽ ചെന്ന് 2 പേരുടെയും ആതിഥ്യം സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുകയും അവർക്കായി ഉപദേശങ്ങളൊക്കെ നൽകി കുറച്ചു കാലം അവരുടെ കൂടെ ചെലവഴിക്കുകയും ചെയ്തു ഭഗവാൻ എന്നാണ്. ഇത് പറയുന്ന സമയത്ത് അവസാനം ഏവം സ്വഭക്തയോരാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ
ഉഷിത്വ ആദിശ്യ സന്മാർഗം പുന ദ്വാരപതീമഗാത്. ഈ രണ്ടുപേർക്കുമായി സന്മാർഗം ഉഷിത്വ, സന്മാർഗത്തെ ഉപദേശിച്ചു കൊടുത്ത് ഭഗവാൻ ദ്വാരകയിലേക്ക് തിരികെ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം സമർപ്പിച്ചത്. ഈ ഒരു പ്രസ്താവനയിൽ നിന്നാണ് രാജാവിന് സംശയം ജനിക്കുന്നത്. ഈ രണ്ടുപേർക്കും സന്മാർഗത്തെ ഉപദേശിച്ചു കൊടുത്ത് ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി. അപ്പം സന്മാർഗം എന്ന് വെച്ചാൽ എന്താ? സദാമാർഗം, സന്മാർഗം, സത്തുക്കളുടെ മാർഗം, സന്മാർഗം, സത്തിലേക്കുള്ള മാർഗം, സന്മാർഗം. ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ സത്യം, ഉണ്മ, സത്ത്, ആ സത്തിനെ സാക്ഷാത്കരിക്കുവാനായുള്ള മാർഗം സന്മാർഗം. ഈ സന്മാർഗത്തെ പറഞ്ഞിട്ടുള്ളത് വേദങ്ങളിലാണ്. ഈ സത്തിനെ വേദങ്ങൾ ആണ് ബോധിപ്പിക്കുന്നത്. അപ്പം അവിടെ വേദസംബന്ധമായ ഒരു സംശയം രാജാവിനുണ്ടാവുകയാണ് ഈ ഒരു പരാമർശത്തിൽ നിന്ന്, ഈ പരാമർശത്തെ അടിസ്ഥാനമാക്കിയിട്ട്. ഈ സത്തിനെ, പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ സത്യത്തെ വേദങ്ങൾ ബോധിപ്പിക്കുന്നു, വേദങ്ങൾ ആ സത്യത്തെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നു, വേദങ്ങൾ പറയുന്നു എന്നൊക്കെയുള്ള പല ശ്രുതിവാചകങ്ങളുണ്ട്. സകല വേദങ്ങളുടെയും സകല ഉപനിഷത്തുകളുടെയും ലക്ഷ്യം ഈ സത്താണ്. എല്ലാ വേദങ്ങളും ഉപനിഷത്തുകളും പ്രതിപാദിക്കുന്നത് ഈ ചൈതന്യത്തെയാണ്, ഈ ബ്രഹ്മത്തെയാണ്, ഭഗവാനെയാണ്. അസംഖ്യം ശ്രുതിവാക്യങ്ങൾ അങ്ങനെയുണ്ട്. അവിടെ അത് വെച്ച് ഒന്ന് ചിന്തിച്ചപ്പം രാജാവിന് സംശയമാവുകയാണ്. ബ്രഹ്മൻ ബ്രഹ്മണി, ആ സംശയത്തോടു കൂടി അധ്യായം ആരംഭിക്കുന്നു. ബ്രഹ്മൻ ബ്രഹ്മണ്യ അനിർദ്ദേശിയെ നിർഗുണേ ഗുണവൃത്തയ കഥം ചരന്തി ശ്രുതയ സാക്ഷാത് സദസദപരേ. ഹേ ബ്രഹ്മൻ, നിർഗുണേ അനിർദ്ദേശിയെ ബ്രഹ്മണി, നിർഗുണമായ ആയതിനാൽ അനിർദ്ദേശ്യമായ ബ്രഹ്മത്തിൽ ഗുണവൃത്തികളോടുകൂടിയ ശബ്ദം എങ്ങനെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ ഈ ബ്രഹ്മത്തിലേക്ക് എങ്ങനെ ഈ ഗുണത്തെ പ്രകാശിപ്പിച്ച് അർത്ഥത്തെ ബോധിപ്പിക്കുവാൻ മാത്രം കഴിവുള്ള ശബ്ദം എങ്ങനെയാണ് ഈ നിർഗുണമായ അനിർദ്ദേശ്യമായ തത്വത്തിലേക്ക് സഞ്ചരിക്കുന്നത്? ഇതാണ് അദ്ദേഹത്തിന് സംശയം. ഏറ്റവും ലളിതമായിട്ട് പറയാമെന്ന് വെച്ചാൽ, ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ നിർഗുണനാണ്. നിർഗുണമായ ഒന്നിനെ, ആയത് നിർഗുണമായതുകൊണ്ട് തന്നെ വാക്കോട് ബോധിപ്പിക്കാൻ കഴിയില്ല. അത് വേദങ്ങൾ തന്നെ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ, വാക്കും മനസ്സും ഈ തത്വത്തെ പ്രാപിക്കാൻ കഴിയാതെ വിനിവർത്തിക്കുന്നു. വാക്കിനെ പ്രകാശിപ്പിക്കുന്നത്, വാക്കായി പ്രകാശിക്കുന്നത് യാതൊന്നാണോ, വാക്കിലൂടെ പ്രകാശിക്കുന്നത് യാതൊന്നാണോ, എന്നാൽ വാക്കിന് പ്രകാശിപ്പിക്കാൻ കഴിയാത്തത് യാതൊന്നാണോ, ആയതിനെ ബ്രഹ്മമായിട്ടറിയുക. ഇങ്ങനെയുള്ള അസംഖ്യം വാക്യങ്ങൾ ഈ ബ്രഹ്മത്തെ ശബ്ദത്തിന് അല്ലെങ്കിൽ വാക്കിന് ബോധിപ്പിക്കാൻ കഴിയുന്നില്ല എന്നാണ് കാണിക്കുന്നത്. എന്നാൽ ഈ വേദങ്ങളൊക്കെ ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു, ഭഗവാനെ ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ്? ഒന്നുകൂടി ഇന്ന് ലളിതമായി കൊണ്ടുവരിക എന്ന് വെച്ചാൽ, നമുക്ക് പറയാൻ കഴിയുക, നമുക്കൊരു വസ്തുവിനെ പറ്റി പറയണമെങ്കിൽ ആ വസ്തുവിന് നിശ്ചിതമായ ഒരു ഗുണം ആവശ്യമാണ്. ആ ഗുണത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ വസ്തുവിനെ ശബ്ദത്തെ കൊണ്ട് ബോധിപ്പിക്കുക. ഇപ്പം എന്നെപ്പറ്റി നിങ്ങൾക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ ആകൃതി, അതിൻ്റെ ഒരു ഗുണമാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ എന്തെന്തൊക്കെ എന്നിൽ ഗുണങ്ങളായുണ്ടോ ഏതെങ്കിലും ഒരു ഗുണത്തെ പറഞ്ഞുകൊണ്ട് ഇന്ന ദേശത്തുള്ള ആളാണ്, ഇന്ന പേരോട് കൂടിയ ആളാണ്, ഇന്ന ആകൃതിയോട് കൂടിയ ആളാണ്, എന്തെങ്കിലും ഒരു ഗുണം, എന്നിലുള്ളൊരു ഗുണം, അതിനെ എടുത്തു പറഞ്ഞ് അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നെ ബോധിപ്പിക്കുക ചെയ്യാം. അപ്പം നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ഒന്നുകിൽ ആകൃതി വേണം, അല്ലെങ്കിൽ സ്വഭാവം വേണം. നിർഗുണമായൊരു തത്വത്തെ ആ രീതിയിൽ പറയാൻ നമുക്ക് കഴിയില്ല. ഒരാകൃതിയില്ല, ഒരു ഗുണവുമില്ല, ഒരു സ്വഭാവമില്ല, എങ്ങനെയാ പറയാപ്പം? അപ്പോൾ പറയാൻ സാധിക്കില്ല. എന്നാൽ ഈ വേദങ്ങൾ ഈ തത്വത്തെ പറയുന്നു, ബോധിപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ്? നിർഗുണമായ അതിനാൽ അനിർദ്ദേശ്യമായ തത്വത്തെ എങ്ങനെയാണ് വേദങ്ങൾ സ്തുതിക്കുന്നത്, വേദങ്ങൾ ബോധിപ്പിക്കുന്നത്? മാത്രമല്ല, ഈ സ്തുതിക്കുക എന്ന് പറയുമ്പം അവിടെയും പ്രശ്നമുണ്ട്.
സ്തുതിയൊക്കെ തീർത്തും വ്യാവഹാരിക തലത്തിൽ മാത്രമേ ഉള്ളൂ. ആത്യന്തിക തലത്തിൽ സ്തുതി എന്തിനെ സ്തുതിക്കുന്നുവോ അതിനെ പരിമിതപ്പെടുത്തുക ചെയ്യുക അല്ലേ? സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചില ഗുണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വസ്തുവിനെ കൂടുതലായിട്ട് വിശേഷണങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് വസ്തുവിനെ കൂടുതലായിട്ട് ബോധിപ്പിക്കുകയാണ്. അപ്പോൾ വിശേഷണങ്ങൾ എപ്പോഴും വിശേഷ്യത്തെ പരിമിതപ്പെടുത്തുക ചെയ്യാം അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും അത്. ഭഗവാന്റെ മുഖം താമരപ്പൂ പോലെ ഭംഗിയുണ്ട് എന്ന് പറയുമ്പം ലൗകിക തലത്തിൽ താമരപ്പൂവിൻ്റെ മനോഹാരിത അതിനെ ഭഗവാന്റെ മുഖവുമായിട്ട് ഉപമിച്ചു. അപ്പോൾ ഭഗവാന്റെ മുഖം താമരപ്പൂവിനെ പോലെ ഭംഗി, ഇങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിക്കാം. എന്നാൽ അതിന് വേറൊരു വശമുണ്ട്. എന്താ വശം? ഭഗവാന്റെ മുഖത്തിന് താമരപ്പൂവിൻ്റെ അത്രയേ ഭംഗിയുള്ളൂ. താമരപ്പൂവിൻ്റെ ഭംഗിയുണ്ടെന്ന് വെച്ചാൽ താമരപ്പൂവിൻ്റെ അത്രയേ ഭംഗിയുള്ളൂ. അവിടെ താമരപ്പൂവിൻ്റെ ഭംഗി എന്ന വിശേഷണത്താൽ വിശേഷ്യമായ ഭഗവാന്റെ മുഖം പരിമിതപ്പെടുക, അതിനപ്പുറത്തേക്കില്ല. ഇങ്ങനെ എന്തെന്തൊക്കെ വിശേഷണങ്ങൾ നമ്മളൊരു വസ്തുവിലേക്ക് ആരോപിക്കുന്നുവോ, എന്നിട്ട് ആ വസ്തുവിനെ സ്തുതിക്കുന്നുവോ, പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ, ആ വസ്തു വിശേഷണങ്ങളാൽ പരിമിതപ്പെട്ട് വരികയാണ്. ബ്രഹ്മം അപരിമിതമാണ്, അപ്രമേയമാണ്, പ്രമാണങ്ങളാൽ സിദ്ധിക്കുന്നതല്ല, അതുകൊണ്ട് അപ്രമേയമാണ്, അനുപമമാണ്, ഉപമിക്കാൻ കഴിയില്ല, വേറെ ഒന്നുമില്ല. അപ്പം എങ്ങനെയപ്പം ബ്രഹ്മത്തെ ഭഗവാനെ സ്തുതിക്കുക? അതാണ് ആത്യന്തിക തലത്തിൽ സ്തുതിക്കൊന്നും നിലനിൽപ്പില്ല. ഞാനും ഭഗവാനും എന്ന ദ്വൈതം നിലനിൽക്കുന്നിടത്തോളം മാത്രമേ സ്തുതിക്കൊക്കെ നിലനിൽപ്പുള്ളൂ. ഉയർന്ന തലത്തിൽ സ്തുത്യൻ, സ്തുതിക്കുന്ന ആള്, ഇതൊന്നുമില്ല, ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയപ്പോൾ ഈ ശബ്ദം ഈ ബ്രഹ്മത്തെ ഭഗവാനെ ബോധിപ്പിക്കുന്നത്? ചോദ്യം. അവിടെ ആദ്യം നമ്മൾ അറിയുക, ശബ്ദത്തിന് ഈ തത്വത്തെ ബോധിപ്പിക്കാൻ കഴിവില്ല, ബോധിപ്പിക്കാനാവില്ല. കാരണം ഇത് അനുഭൂതിയാണ്, അനുഭവമാണ്. അനുഭവം ഒരിക്കലും വാക്കിന് പൂർണ്ണമായി വിഷയമാവില്ല. പിന്നെ അറിയുക എന്നൊക്കെ പറയുമ്പം അവിടെ ഒരു ദ്വൈതം, രണ്ടുണ്ട്. രണ്ടുള്ള സമയത്ത് മാത്രമേ പറഞ്ഞു ബോധിപ്പിക്കുക, അറിയുക ഇതിനൊക്കെ നിലനിൽപ്പുള്ളൂ. തീർത്തും ഈ പ്രപഞ്ചത്തിലെ സത്യം, അല്ലെങ്കിൽ പ്രപഞ്ചം ഈ കാണുന്നതൊക്കെ സത്യം ഭഗവാനാണെന്നുള്ള ഈ അദ്വൈത തലത്തിൽ അവിടെ ബോധിപ്പിക്കലും ബോധ്യമാവലും അറിയിക്കലും അറിയലും ഒന്നുമില്ല. അറിയുന്നവരും അറിവും ആ അറിവിനായിക്കൊണ്ടുള്ള ശ്രമമൊന്നുമില്ല. അവിടെ ഒന്നു മാത്രമേ ഉള്ളൂ, ഏറ്റവും ഉയർന്ന തലത്തിൽ. അപ്പം ആത്യന്തികമായിട്ട് അറിയാം, വാക്കിന് മനസ്സിന് ഈ തത്വത്തെ ബോധിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഉപനിഷത്ത് വാക്യങ്ങളൊക്കെ നോക്കുമ്പം പൊരുത്തക്കേടുകൾ നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. പല സന്ദർഭങ്ങളിൽ നമുക്ക് സംശയമൊക്കെ വരും. ആദ്യമായിട്ട് ഇങ്ങോട്ട് പ്രവേശിക്കുമ്പം ഒക്കെ കൂടെ ഒരു അന്താളിപ്പൊക്കെ വരും. ഒരു ഭാഗത്ത് പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് അവിടെ തന്നെ കുറച്ചം കഴിഞ്ഞാൽ പറയുന്നത് കാണാം. അണോരണീയാൻ, അണുക്കളിൽ വെച്ചിട്ട് ഏറ്റവും അണുവാണ്, അണുവിൽ വെച്ചിട്ട് ഏറ്റവും അണുവാണ് എന്ന് പറഞ്ഞ് നാവ് എടുക്കുമ്പോഴത്തേക്ക് മഹതോ മഹീയാൻ, വലുതിൽ വെച്ചിട്ട് ഏറ്റവും വലുതാന്ന് പറയും. യത് ദൂരേ, ദൂരത്താന്ന് പറഞ്ഞ് നാവ് എടുക്കില്ല. യത് അന്തികേ, അടുത്താന്ന് പറയും. ദൂരത്തുമാണ്, അടുത്തുമാണ്, ചെറുതുമാണ്, വലുതുമാണ്. എന്നേച്ചതി, ചലിക്കുന്നുണ്ട്, ചലിക്കുന്നില്ല, എന്നയിച്ചതി. അപ്പം എന്താ ഇങ്ങനെ ഒരു പരസ്പര വിരുദ്ധമായിക്കൊണ്ട് സംസാരിക്കുന്നത്? മാത്രമല്ല, ഇത് ഈ വേദാന്ത വാക്യങ്ങൾ എവിടെയും ഇങ്ങനെയുള്ള പല പൊരുത്തക്കേടും കാണാൻ കഴിയും. അത് വേദാന്തത്തിൻ്റെ പരിമിതിയല്ല, മറിച്ച് വാക്കിന് ഈ അപ്രമേയമായ അനിർദ്ദേശ്യമായ വസ്തുവിനെ പ്രാപിക്കാൻ കഴിയില്ല. വാക്കിൻ്റെ പരിമിതിയായിട്ട് അറിയാം. വേദാന്തത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ പരിമിതിയായിട്ട് അറിയാതെ വാക്കിന് അത്രേ കഴിയൂ. ശ്രമിക്കുകയാണ് നമ്മളെ ആ തത്വത്തിലേക്ക്, നമ്മുടെ ശ്രദ്ധയെ ഈ ലോകത്തിൽ നിന്ന്, ഇവിടെ കഷ്ടപ്പാട് അനുഭവിച്ച് വട്ടം തിരിയുന്ന നമ്മളെ ഈ ലോകത്തിൽ നിന്ന് വേർപെടുത്തി ആ സത്യാന്വേഷണ മാർഗത്തിലേക്ക് അതിലൂടെ അങ്ങ് കടത്തിവിടാൻ വേണ്ടി കഴിയുന്നത്ര ശ്രമിക്കുകയാണ്. ഇപ്പം പാൽപ്പായസം കഴിച്ച ഒരാൾ, അയാൾ അനുഭവിച്ച സ്വാദ്, അയാൾക്ക് ഉണ്ടായ അനുഭൂതി, അതൊരിക്കലും പൂർണ്ണമായി ഒരാൾക്ക് ബോധിപ്പിച്ചു കൊടുക്കാനാവില്ല. പറഞ്ഞു ബോധിപ്പിച്ചു കൊടുക്കാൻ പറ്റുക ഇല്ല. എന്നാലും അയാൾ ശ്രമിക്കും. ഏറ്റവും സ്നേഹമുള്ള ഒരാളൊക്കെ ആച്ചാൽ കൂട്ടുകാരനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് അയാൾ ഇതുവരെ പാൽപ്പായസം കഴിച്ചില്ലാത്ത ഒരാളുവാന്ന് വിചാരിക്കുക. അപ്പം എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് പാൽപ്പായസം കഴിപ്പിക്കണം. അപ്പം പറയുക നല്ല സ്വാദുണ്ട്, കേമാണ്. പിന്നെ അയാൾ അനുഭവിച്ച കേമായിട്ട് അയാൾക്ക് സ്വാദ് അനുഭവപ്പെട്ട പല വിഷയങ്ങളും ഉണ്ടാവും. അതിനേക്കാളൊക്കെ സ്വാദുണ്ടെന്ന് പറയും. മിഠായി കഴിച്ചിട്ടുണ്ടെങ്കിൽ മിഠായിനേക്കാൾ സ്വാദുണ്ട്,
ഇങ്ങനെ തന്നെയാണ് ഉപനിഷത്തുകൾ നമ്മളോട് സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ ഉപരിയാണ്, അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇതിനൊക്കെ ഒരു തരത്തിൽ വെച്ച് പറഞ്ഞാൽ നിഷേധിച്ച് ഇതിനൊക്കെ അപ്പുറത്തുള്ളതാണ്. ശ്രമിക്കുകയാണ്. അപ്പം അങ്ങനെ പറയുമ്പം ഇത് കേൾക്കുന്നയാളിൽ പാൽപ്പായസം കഴിക്കാനൊരു താല്പര്യം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ നമ്മളോട് നിരന്തരമായിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ആ തത്വത്തിലേക്ക് നമുക്കൊരു ശ്രദ്ധ വരും. ആ ശ്രദ്ധയ്ക്ക് അനുസരിച്ചിട്ട് അത്രയും വേണ്ടൂ. ശ്രദ്ധ വന്നാൽ മതി. അതിനെ പ്രാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ മതി. അപ്പം ദാഹിച്ച് കഷ്ടപ്പെടുന്ന ഒരാൾക്ക് അയാൾക്ക് അറിയില്ല എന്താ തൻ്റെ കഷ്ടപ്പാട് എന്ന്, വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അത് ദാഹം ആണെന്ന് നിശ്ചല്യ വിചാരിക്കുക. വെള്ളം കുടിച്ചാൽ അറിയുന്ന അയാൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പം എന്തേ വേണ്ടു? തൻ്റെ കുഴപ്പം ദാഹമാണ്, അതയാൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. തൻ്റെ കുഴപ്പം ദാഹമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചാൽ തൻ്റെ ദാഹം മാറുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ പോയിക്കോളും. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വെള്ളം കുടിച്ചിട്ട് അയാളെ കഷ്ടപ്പാട് നിന്ന് രക്ഷപ്പെട്ടോളും. പറഞ്ഞതുപോലെ ഈ ഉപനിഷത്തുകളും ഋഷീശ്വരന്മാരൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ വേദങ്ങൾ അങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ കഷ്ടപ്പെട്ട് ഇതാണ് കേമെന്ന് വിചാരിച്ച് ഇവിടെ അങ്ങനെ ഉടലുന്ന നമ്മളോട് ഇതല്ല, ഇതിലുപരിയായി നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിത്യമായ നിരതിശയമായ സുഖമാണെങ്കിൽ ആ സുഖം ഈ പരമമായ ജ്ഞാന സാക്ഷാത്കാര തലത്തിലേ ഉണ്ടാവുള്ളൂ, അതിന് പരിശ്രമിക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പം അത് ശ്രമിക്കൽ മാത്രമാണെന്നർത്ഥം. ആത്യന്തികമായിട്ട് ഒരിക്കലും വസ്തു ഈ ഒരു ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ വാക്കിന് വിഷയമാവില്ല. അതാ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ശ്രമിക്കുന്നത് നോക്കുക. എങ്ങനെയാണ് ശ്രമിക്കുന്നത് എന്നറിയാൻ കുറച്ചൊരു ശബ്ദശാസ്ത്രത്തെക്കുറിച്ചിട്ട് കുറച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കുന്ന വൃത്തിക്ക്, ശക്തിക്ക് ശബ്ദവൃത്തി അല്ലെ ശബ്ദശക്തി എന്നൊക്കെ പറയാം. ആ രീതിയിൽ പല രീതിയിൽ ശബ്ദം അർത്ഥത്തെ ബോധിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഈ ആലങ്കാരികന്മാരുടെ പക്ഷത്തിൽ പലതുണ്ട്, കുറച്ചൊന്നുമില്ല, എത്രയോ ഭേദങ്ങളുണ്ട്. പ്രധാനമായിട്ടും മുഖ്യ ലക്ഷണ ഗൗണി അല്ലെങ്കിൽ അഭിധ ലക്ഷണ വ്യഞ്ജന ധ്വനി ഇങ്ങനെയൊക്കെ ഭേദം കൽപ്പിക്കുന്നതായി കാണാൻ കഴിയും. ഇതൊക്കെ ശബ്ദം എങ്ങനെ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതെന്ന് പറയുകയാണ്. അതിൽ മുഖ്യ അല്ലെങ്കിൽ ലക്ഷണ നേരിട്ട് വാച്യാർത്ഥത്തിലൂടെ വസ്തുവിനെ ബോധിപ്പിക്കുക ചെയ്യുന്നത്. ഈ മുഖ്യയെ തന്നെ അല്ലെങ്കിൽ അഭിധയെ തന്നെ ഇതിന് രണ്ട് സ്വരൂപമുണ്ട്. രൂഢി യോഗം. രൂഢി എന്ന് വെച്ചാൽ രൂഢം എന്ന് വെച്ചാൽ എന്താ, ഉറച്ചത് എന്നാണ് അർത്ഥം. അത്രയൊന്നും അങ്ങോട്ട് പോകേണ്ടതില്ല, എന്നാലും സാമാന്യനെ പറഞ്ഞു പോവുക. എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇതിലൂടെയൊക്കെ ബോധിപ്പിക്കുന്നതല്ലേ, ഇങ്ങനെയൊന്നും ബോധിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാൻ ഇത് പറഞ്ഞ് കഴിയില്ല എന്ന് പറയുകയാണ്. രൂഢി എന്ന് വെച്ചാൽ ഉറച്ചത്, വ്യവഹാരം കൊണ്ട് ഉറച്ചു പോയിട്ടുണ്ടാവും ചിലതിന്. അപ്പം മരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ചിത്രം പ്രത്യക്ഷപ്പെടും. രൂഢിയാണ് മരം എന്നുള്ള ആ ശബ്ദം അങ്ങ് കേൾക്കുമ്പം ഒരു ചിത്രം, അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിലങ്ങ് വരുന്നുണ്ട്, അത് രൂഢിയാണ്. ഇനി രണ്ടെണ്ണത്തിൻ്റെ യോഗം കൊണ്ട് വേറൊരർത്ഥം ലഭിക്കും. രണ്ടെണ്ണം ചേർത്തിട്ട് എത്രയോ ഉദാഹരണം പറയാം. കഴിവേറി, നമ്മൾ ചീത്ത വാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. കഴിവിൽ ഏറാൻ അർഹതയുള്ള ആളാരാണോ അയാളാണ് കഴിവേറി. അതൊരു യോഗം തന്നെയാണത് ഏതർത്ഥത്തിലും. അപ്പം അതൊക്കെ യോഗങ്ങളാണ്. ചിലതൊക്കെ യോഗാരൂഢി, യോഗമല്ല രണ്ടുമായിട്ട് പറയാറുണ്ട്. രൂഢിയാണ് എന്നാ യോഗമാണ്. അപ്പം പങ്കജം എന്നുള്ളത് അങ്ങനെയാണ്. അത് രൂഢീൻ്റെ സ്വഭാവമായിരിക്കും അതിന്, എന്നാൽ അതിനെ പിരിക്കാനും പറ്റും. പങ്കജം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പങ്കത്തിൽ നിന്ന് ജനിച്ചത്, ചളിയിൽ നിന്ന് ജനിച്ചത് പങ്കജം. എന്നാൽ അതിന് രൂഢമായി താമര എന്നുള്ള അർത്ഥം സിദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ചളിയിൽ നിന്നും ജനിച്ചതൊക്കെ പങ്കജാവണം. നമ്മൾ ഈ ചളിയിലുള്ള പുഴുവിനൊന്നും പങ്കജം എന്ന് വിളിക്കാറില്ല. എന്തിന് ആമ്പലിനെ പോലും പങ്കജം എന്ന് വിളിക്കാറില്ല. പങ്കജം എന്ന് പറഞ്ഞാൽ താമരയാണ്. അപ്പം ഇത് അഭിധയുടെ അല്ലെങ്കിൽ മുഖ്യയുടെ സ്വരൂപങ്ങളാണ്. ഇങ്ങനെ ഈ യോഗത്തെയും രൂഢിയൊക്കെ വെച്ച് വാച്യാർത്ഥങ്ങളുണ്ടാവും. ആ വാച്യാർത്ഥത്തിലൂടെ വസ്തുവിനെ ബോധിപ്പിക്കുക, അതിനാണ് മുഖ്യ അല്ലെങ്കിൽ അഭിധ എന്ന് പറയുക. വെച്ചാൽ വലിയ കൂടുതൽ ചിന്തിക്കൊന്നും വേണ്ട. ഒന്നങ്ങ് പറഞ്ഞാൽ ആ പറഞ്ഞ വാചകത്തിൽ ഉറച്ച അർത്ഥം ഉണ്ടല്ലോ, അതിങ്ങ് സ്വീകരിച്ചിട്ട് അർത്ഥത്തെ മനസ്സിലാക്കുക. ഞാൻ കോഴിക്കോട് നിന്ന് കാറിൽ യാത്ര ചെയ്ത് ഇവിടെ എത്തി എന്ന് പറയുമ്പം എന്തേ മനസ്സിലാക്കണ്ടു? പറഞ്ഞെന്നെ മനസ്സിലാക്കണ്ടു. ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾ ചോദിച്ചു. ഞാൻ കാറിലാണ് വന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അത് അഭിധയാണ്, മുഖ്യയാണ്. അത് സന്ദർഭത്തിനനുസരിച്ചിട്ട് മാറുവേ. സന്ദർഭം മാറുമ്പം
ചിലപ്പോൾ ഈ അഭിധന്നെ ചിലപ്പം ലക്ഷണയാവും, ചിലപ്പോൾ ധ്വനിയാവും. അങ്ങോട്ടേക്ക് അത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തായാലും പറഞ്ഞത് നേരങ്ങ് സ്വീകരിക്കുക, അതിനാണ് അഭിധ എന്ന് പറയുക. നേരിട്ട് വാച്യാർത്ഥത്തിലൂടെ വസ്തുവിനെ അർത്ഥത്തെ ബോധിപ്പിക്കുക, വസ്തുവിനെ ബോധിപ്പിക്കുക. ഇനി ചില സന്ദർഭങ്ങളിൽ ഈ മുഖ്യയ്ക്ക് അല്ലെങ്കിൽ അഭിധയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും, ഇതിന് ബാധ വരും സന്ദർഭം കൊണ്ട്. അപ്പം അവിടെ ആ വാച്യാർത്ഥത്തെ തള്ളി ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കും. അങ്ങനെ മുഖ്യാർത്ഥത്തിന് അല്ലെങ്കിൽ വാച്യാർത്ഥത്തിന് ബാധ വരുമ്പോൾ അവിടെ ലക്ഷ്യാർത്ഥം പ്രകാശിക്കും. അങ്ങനെ ലക്ഷ്യാർത്ഥത്തിലൂടെ വസ്തുവിനെ ബോധിപ്പിക്കുമ്പം ആയതിന് ആ ശബ്ദവൃത്തിക്ക്, അർത്ഥത്തെ ബോധിപ്പിക്കുമ്പം ആ ശബ്ദവൃത്തിക്ക് ലക്ഷണ എന്ന് പറയും, ലക്ഷണാവൃത്തി എന്ന് പറയും. ഇതൊക്കെ നമ്മൾ നിരന്തരം ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പം അങ്ങനെ സാങ്കേതികമായിട്ട് പറയുമ്പം ഒക്കെ കൂടെ സംശയമാവുന്നേ ഉള്ളൂ. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അപ്പം വീട് എവിടെയാണെന്ന് ചോദിച്ചു. എറണാകുളത്ത് MG റോഡിലാണ് വീട് എന്ന് പറഞ്ഞു. MG റോഡിലാണ് എൻ്റെ ഫ്ലാറ്റ്. MG റോഡിലാണ് വീട് എന്ന് പറയുമ്പം ആ പറഞ്ഞതുപോലെ അങ്ങ് സ്വീകരിക്കാൻ പറ്റുമോ? ആ വാച്യാർത്ഥത്തെ അങ്ങ് സ്വീകരിക്കാൻ പറ്റുമോ? എങ്ങനെയാ പറ്റുക? MG റോഡിൽ വീടോ? MG റോഡിൽ ഈ റോഡിൻ്റെ നടുവിൽ മതിലൊക്കെ കെട്ടി വേലിയൊക്കെ കെട്ടി അവിടെ വീടുണ്ടാക്കാൻ പറ്റുമോ? റോഡിൽ വീടുണ്ടാവുമോ? ഇല്ല. MG റോഡിൽ ആണ് വീട് എന്ന് പറയുമ്പോൾ സന്ദർഭം കൊണ്ട് അവിടെ വാച്യാർത്ഥം സ്വീകരിക്കാൻ പറ്റാതെ വരിക. അപ്പോൾ അവിടെ വാച്യാർത്ഥത്തിന് എന്ത് വന്നു? ബാധ വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? വാച്യാർത്ഥത്തെ തള്ളി ലക്ഷ്യാർത്ഥത്തെ സ്വീകരിച്ചു. അയാൾ ഉദ്ദേശിച്ചത് എന്താ? MG റോഡിൻ്റെ സമീപത്താണ്, തൊട്ടി അരികെയാണ് വീട് എന്നാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞത് അതല്ലേ? പറഞ്ഞതെന്താ? MG റോഡിലാണ് വീട് എന്നാണ്. പറഞ്ഞതിനെ തീർത്തും തള്ളി പറയാത്ത അത് സംബന്ധമായി ഒന്നിനെ സ്വീകരിച്ചു. ഇത് ലക്ഷണാവൃത്തിയാണ്. കുറേ തൊപ്പിക്കാരിങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, കുറേ തൊപ്പികൾ, അല്ലെങ്കിൽ ആ റോഡിലൂടെ അങ്ങനെ ഒരു തൊപ്പിക്കാര ജാഥ പോവുക. ഞാൻ പറഞ്ഞു കുറേ തൊപ്പികൾ അതാ പോകുന്നു എന്ന്. കുറേ തൊപ്പികൾ അതാ പോകുന്നു എന്ന് പറയുമ്പം തീർത്തും അവിടെ വാച്യാർത്ഥത്തെ സ്വീകരിക്കാൻ പറ്റുമോ? തൊപ്പികളല്ലല്ലോ, തൊപ്പിയിട്ട ആൾക്കാരല്ലേ പോകുന്നത്. അതെ, തൊപ്പികൾ പോകുന്നില്ലേ? ഉണ്ട്. അവിടെ എന്തുണ്ടായി? അവിടെ പകുതി സ്വീകരിക്കാം, പകുതി തള്ളിക്കളയാം. അതൊരു ലക്ഷണയാണ്. മഞ്ചാഹ ക്രോശന്തി, കട്ടിലുകൾ കരയുന്നു. കട്ടിലല്ല കരയുന്നത്, കുട്ടികളാണ് കരയുന്നത്. കട്ടിലിൽ കിടത്തിയ കുട്ടികളൊക്കെ കൂടെ കരയുമ്പോൾ ആ കട്ടിലൊക്കെ കരയാന്ന് പറയാം. കുട്ടികളാണ് കരയുന്നത്. അതൊരു ലക്ഷണാവൃത്തിയാണ്. ഇതിലാദ്യം പറഞ്ഞ ലക്ഷണയ്ക്ക് നമ്മൾ ജഹൽ ലക്ഷണ എന്ന് പറയും. MG റോഡിലാണ് വീട് എന്നുള്ളത് ജഹൽ ലക്ഷണ. എന്താ വെച്ചാൽ പറഞ്ഞതിനെ തീർത്തും വാച്യാർത്ഥത്തെ തീർത്തും തള്ളിക്കളഞ്ഞ് അത് സംബന്ധമായ വേറൊരു അർത്ഥത്തെ സ്വീകരിക്കുക. മുഴുവനായി തള്ളിക്കളഞ്ഞ് വേറൊന്നിനെ സ്വീകരിക്കുമ്പം അത് ജഹൽ ലക്ഷണ. പകുതി തള്ളിക്കളഞ്ഞ് പകുതി സ്വീകരിക്കുമ്പം അതാ ജഹൽ ലക്ഷണ. ഇനി മൂന്നാമതൊന്നുണ്ട്, ജഹദ് അജഹൽ ലക്ഷണ. അതാണ് നമ്മൾ ഒന്നറിയേണ്ടത്. ഞാൻ എത്രയോ ഉദാഹരണം പറയും. പ്രസിദ്ധമായ ഉദാഹരണം സ്വയം ദേവദത്ത. ഈ ദേവദത്തൻ എന്താ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ചെറിയൊരു കഥയായിട്ട് പറയാം. ഞാനും ഈ പ്രഭാഷണം നടത്തുന്നയാളും ദേവദത്തനും ഞങ്ങളിങ്ങനെ നടന്നു വരിക. ദേവദത്തൻ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരന്. അങ്ങനെ നടന്നു വരുമ്പം എൻ്റെ മുന്നിൽ വേറൊരാൾ വഴിക്കൽ വെച്ചിട്ട് ഞാനൊരാളെ കണ്ടു. വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം അയാൾ എന്നോട് ചോദിച്ചു, ആരാ കൂടെ ഉള്ളത് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇയാളെ അറിയില്ലേ? നല്ലോണം ആലോചിച്ച് നോക്ക്. നമ്മൾ അന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ കല്യാണത്തിനന്ന് കണ്ടിരുന്നില്ലേ? ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ദേവദത്തനാ ഇത്. ഈ കഥയൊക്കെ മറന്നേക്കുവേ. ഇങ്ങനെ പലപ്പോഴും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാറില്ലേ? ആ ദേവദത്തനാണിത്, അയാളാണ് ഇയാൾ, അന്നവിടെ കണ്ടയാളാണ് ഇയാൾ. അവിടെ തീർത്തും വാച്യാർത്ഥത്തെ സ്വീകരിക്കാൻ പറ്റുമോ? കുറച്ചൊരു ചിന്തിക്കണം. വയ്യ. എന്തുകൊണ്ട് വയ്യ? ആ ദേവദത്തൻ ഈ ദേവദത്തനാവില്ല. കാരണം എന്ന് പറയുമ്പം ആ ദേശത്തെ, ആ കാലത്തെ, ആ ദേശത്തുള്ള, ആ കാലത്തുള്ള ദേവദത്തനാണ്. എന്നാൽ ഈ ദേവദത്തൻ എന്ന് പറയുമ്പോഴോ അത് ഈ ദേശത്തെ, ഈ കാലത്തുള്ള ദേവദത്തനാണ്. അപ്പോഴും സംശയം, രണ്ടും ഒന്ന് തന്നെയല്ലേ? ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് ഇരുന്ന് പറയാൻ പറ്റിയ വിഷയമാണ്. ഇവിടെയൊക്കെ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. രണ്ടും ഒന്ന് തന്നെയല്ലേ? രണ്ടും ഒന്ന് തന്നെയാണ്. എപ്പോഴാണ് രണ്ടും ഒന്നാവുക? ഈ ആയെയും ഈയെയും തള്ളിക്കളഞ്ഞാൽ ദേവദത്തൻ ഒന്നാണ്. ഈ എന്നുള്ളത് ദേശകാലങ്ങളെ അപേക്ഷികങ്ങളായ
ആത്യന്തിക തലത്തിൽ യഥാർത്ഥ്യങ്ങളായ ദേശകാലങ്ങളാണ്. ആയതിനെ തള്ളിക്കളഞ്ഞാൽ ദേവദത്തൻ എന്ന് പറഞ്ഞത് ഒന്ന് തന്നെയാണ്. ഇതൊരു ജഹദജഹ ലക്ഷണയ്ക്കൊരു ഉദാഹരണം. ഇതേപോലെ വേറൊരു ഉദാഹരണം, പ്രസിദ്ധമായൊരു ഉദാഹരണം, അമ്മ കുളിക്കാൻ പോകുന്ന സമയത്ത്, അത് എത്രയോ നിരന്തരം പ്രഭാഷണത്തിൽ പറയുന്നൊരു ഉദാഹരണം. പുറമെ നെല്ല് ചിക്കാൻ വെച്ചിട്ടുണ്ട്. മോനോട് പറഞ്ഞു, ഞാൻ കുളിച്ചു വരാം, നെല്ല് കാക്ക കൊത്താതെ നോക്കണേ എന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അമ്മ കുളിച്ചു വന്ന് നോക്കിയാൽ പറ്റ പണി നെല്ലില്ല. മോൻ അവിടെ ഇരിക്കുന്നുണ്ട്. ചോദിച്ചു, എവിടെ നെല്ലൊക്കെ എവിടെ പോയി ചോദിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നെല്ല് കാക്ക കൊത്താതെ നോക്കണേന്ന്. ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ. എന്നിട്ട് നെല്ലൊക്കെ എവിടെ പോയി? ഒറ്റ കാക്ക വന്ന് നെല്ല് കൊത്തിയില്ല. പിന്നെയോ നെല്ല് കുറേ നായ്ക്കളും കോഴികളൊക്കെ വന്ന് സാപ്പിട്ട് പോയി എന്നാണ്. അമ്മ കാക്ക കൊത്തരുതെന്നല്ലേ പറഞ്ഞുള്ളൂ, കാക്ക കൊത്തിയില്ല. ഇവിടെ ഒന്ന് ആലോചിക്കൂ, ഇവിടെ കാക്ക കൊത്തരുത് എന്ന് അമ്മ പറഞ്ഞതിൻ്റെ വാച്യാർത്ഥത്തെ മാത്രം സ്വീകരിച്ചതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. അങ്ങനെയല്ലായിരുന്നു സ്വീകരിക്കേണ്ടത്. മറിച്ച് ആ പറഞ്ഞതിൻ്റെ താല്പര്യത്തെ, പറഞ്ഞതിനെ ചിന്തിച്ച് അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കി കാക്ക കൊത്തരുത്, ആത്യന്തികമായിട്ട് നെല്ല് നശിക്കരുത്, ഇത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണമായിരുന്നു. അപ്പൊ പറഞ്ഞതിന് വിചാരത്തിന് വിധേയമാക്കി സന്ദർഭത്തിനൊക്കെ അനുസരിച്ചിട്ട് വിചാരം ചെയ്ത് അത് സംബന്ധമായ വേറൊന്നിനെ സ്വീകരിക്കുക. ഇങ്ങനെ നമ്മൾ അർത്ഥത്തെ സ്വീകരിക്കാറുണ്ട്. ഇങ്ങനെ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശബ്ദത്തിൻ്റെ ശക്തിക്കാണ് ജഹദജഹൽ ലക്ഷണ എന്ന് പറയുക. പിന്നെ വ്യഞ്ജന ധ്വനി നമുക്ക് ആവശ്യമില്ല, എന്നാലും മനസ്സിലാക്കി വെക്കുക. വ്യഞ്ജന എന്ന് വെച്ചാൽ വ്യംഗ്യിപ്പിക്കുകയാണ്. എൻ്റെ വീട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് എന്ന് പറയുമ്പം ആശയാർത്ഥവും ഇല്ല, ലക്ഷണാർത്ഥവും ഇല്ല. ഉദ്ദേശിച്ചത് എന്താ? എന്നോട് അധികം കളിക്കണ്ട, ഞാൻ ചില്ലറക്കാരനല്ല, തൊട്ടടുത്ത് തന്നെ പോലീസുകാരാണെന്നാണ്. അവിടെ വ്യംഗ്യിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഗംഗയുടെ അരികെയാണ്. പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണം അതാ, ഗംഗായാം ഘോഷ, ഗംഗയിലെ ഇടയക്കുടിൽ. ഗംഗയിലെ ഇടയക്കുടിൽ എന്ന് പറഞ്ഞാൽ ഗംഗയിൽ കുടിലുണ്ടാവില്ല. അപ്പം നമ്മളവിടെ വാച്യാർത്ഥത്തെ തള്ളി ലക്ഷണാർത്ഥത്തെ സ്വീകരിച്ചു. ഗംഗയുടെ തൊട്ടിയരികെ ആണ് കുടിൽ എന്ന്. പിന്നെ ആ ലക്ഷണാർത്ഥവും കഴിഞ്ഞു, നീ അർത്ഥം അവിടെ നിൽക്കുക. അതാണ് വ്യഞ്ജന എന്ന് പറഞ്ഞാൽ. ഗംഗയുടെ ശീതളിമയും ഗംഗയുടെ ആ സൗകര്യങ്ങളൊക്കെ കിട്ടും, അത് വ്യഞ്ജനാർത്ഥമാണ്. ഇനി ധ്വനി എന്ന് വെച്ചാൽ പിന്നെയും അർത്ഥം നിൽക്കുക. ഒരു വാക്ക് പറഞ്ഞ് അങ്ങനെ ഈ മണി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശബ്ദം ഇങ്ങനെ നിൽക്കില്ലേ കുറേ നേരം. ഉദാഹരണമായിട്ട് രസമായിട്ട് പറയാറുണ്ട്. ഈ സന്ധ്യാസമയത്ത് ഒരു മകൾ ഇരുന്ന് മനോരമ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം അമ്മ മുറ്റത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു, മോളെ സന്ധ്യയായി എന്ന്. അപ്പം മോളെ സന്ധ്യയായി എന്ന് കേട്ടതോട് കൂടിയിട്ട് മോളെന്ത് ചെയ്തു? വേഗം പുസ്തകം അവിടെ വെച്ചു, വേഗം പോയി കൈയും കാലുമൊക്കെ കഴുകി വിളക്കെടുത്ത് കൊണ്ടുവന്നു, എണ്ണയൊഴിച്ചു, തിരിയിട്ടു, കത്തിച്ചു, വിളക്ക് പുറത്ത് കാണിച്ചു, ഇരുന്ന് നാമം ജപിച്ചു തുടങ്ങി. ഇതൊന്നും പറഞ്ഞില്ല. പറഞ്ഞത് എന്ത് മാത്രമാണ്? സന്ധ്യയായിട്ടോ എന്നാണ്. അപ്പം ആ സന്ധ്യയായിട്ടോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു മണിയടിച്ചാൽ നീണ്ടുപോകുന്നത് പോലെ അങ്ങനെ നീണ്ടുപോയിട്ടുണ്ട്. അത് ധ്വനിയാണ്. നമുക്കതൊന്നും ആവശ്യമില്ല. നമുക്കൊന്ന് പിന്നിലേക്ക് തന്നെ വരിക. ഈ ലക്ഷണാവൃത്തി എടുക്കുക, അതിൽ തന്നെ ജഹദജഹൽ ലക്ഷണ ഒന്നുകൂടി ചിന്തിക്കുക. ആ രണ്ട് ഉദാഹരണങ്ങൾ ഒന്നുകൂടി വിചാരം ചെയ്യുക. ഒന്ന് കാക്കയുടെ ഉദാഹരണം, കാക്ക കൊത്താൻ പറഞ്ഞതും, മറ്റത് ദേവദത്ത എന്നുള്ളതും. ഈ രണ്ടും വെച്ച് ഈ രീതികളിലാണ് ഈ ഉപനിഷത് വാചകങ്ങളിൽ നിന്നും അർത്ഥത്തെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. കാക്കയെ നേരത്തെ പറഞ്ഞല്ലോ, കാക്കയുടെ കഥ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ദർഭത്തെ, സാഹചര്യത്തെ, ആരോട് ഏത് സന്ദർഭത്തിൽ പറഞ്ഞു ഇതിനൊക്കെ വിചാരം ചെയ്ത് അതിന് താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടും. അങ്ങനെ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തെറ്റിദ്ധാരണകളാൽ, അല്ലെങ്കിൽ ഈ തെറ്റിദ്ധാരണകൾ വേദത്തിന് പ്രതികൂലമായിട്ട് ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വേദത്തെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വേദാംഗങ്ങളിലൂടെ വേദത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് പറയുക. ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം, നിരുക്തം വേദത്തിൻ്റെ അവയവങ്ങളാണ്. ആ സാമ്പ്രദായികമായിട്ടല്ലാതെ കേവലം ഭാഷ പഠിച്ചിട്ടുണ്ട്, ആ രീതിയിൽ മാത്രം വേദങ്ങളിലേക്ക് പ്രവേശിക്കുമ്പം, വേദത്തിന് അനധികാരികൾ വേദത്തെ സമീപിക്കുമ്പം അവിടെ തെറ്റിദ്ധാരണകൾ നിരവധി ഉണ്ടാവും. മാക്സ് മുള്ളറെ പോലെയുള്ള ആൾക്കാരൊക്കെ നല്ല പ്രവർത്തിക്കുകയാണ് ചെയ്തത്, വേദം വ്യാഖ്യാനിക്കുക ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള പല ദോഷവും സംഭവിച്ചിട്ടുണ്ട്. ആത്യന്തികമായി വേദത്തിൽ പറയാത്ത പലതും വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ വേദത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിനിന്ദ്യമായ, അതിഹീനമായ ജാതി വ്യവസ്ഥ, അതിന് ആധാരം വേദമാണെന്ന് ഇന്നുപോലും ഉൽപ്പതിഷ്ണുക്കളെന്ന് പറയുന്നവർ പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. വേദമന്ത്രങ്ങളിൽ അതുണ്ടെന്ന് പറഞ്ഞിട്ട്. യാഗങ്ങൾ, യജ്ഞങ്ങൾ
ഹിംസാമയങ്ങളാണ്, വേദം ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ഇന്ന് നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഇങ്ങനെ ഈ തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. വേദത്തിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതുകൊണ്ട് പറ്റിയതാണ്. വേദത്തിൽ ഒരിക്കലും ഹിംസ പറയുന്നില്ല. അത് സന്ദർഭം വെച്ച് ആലോചിച്ചാൽ മതി. ആദ്യം അവസാനം അതൊക്കെ വെച്ച് ചിന്തിക്കുക. മാ ഹിംസീയ പുരുഷം ജഗൽ, ഈ ജഗത്ത് മുഴുവൻ പരമപുരുഷനാണ്, സാക്ഷാൽ സർവേശ്വരനാണ്. ഏതൊരു ദ്വിപദേ ചതുഷ്പദേ എന്നാണ്, ഇരുകാലികൾക്കും നാൽക്കാലികൾക്കും പോലും മംഗളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ ലോകം മുഴുവൻ യാതൊരു ഉച്ചാവചിത്തങ്ങളും ഇല്ലാതെ ഈ ലോകത്തെ മുഴുവൻ ഭഗവാനായി കാണൂ എന്ന് പറഞ്ഞ ആചാര്യൻ ഒരിക്കലും ഈശ്വരൻ എന്ന് വെച്ചാൽ അതാണ് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും പ്രകാശിക്കുന്ന ചൈതന്യമാണ്, പ്രപഞ്ചത്തിൻ്റെ സത്യമാണെന്ന് പറഞ്ഞ ആചാര്യൻ ഒരു ജന്തുവിനെ കൊന്ന് ആ ഈശ്വരനെ ആരാധിക്കാൻ പറയില്ല. അപ്പം അത് വേദത്തിൻ്റെ പരമ താല്പര്യത്തെ മനസ്സിലാക്കുക. വേദത്തിൽ പറഞ്ഞ് അതിനെ സന്ദർഭത്തെ സാഹചര്യത്തേക്ക് മനസ്സിലാക്കി വിചാരം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം വേദത്തിൽ ഹിംസ പറഞ്ഞിട്ടില്ല എന്ന്. ഇനി ഏതെങ്കിലും ഭാഗത്തിൽ ഹിംസിക്കൂ, മൃഗത്തിനെ ഹിംസിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വേദത്തിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിചാരം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ജന്തുവിനെ ഹിംസിക്കൂ എന്നല്ല പറഞ്ഞത്, മറിച്ച് തങ്ങളുടെ ഉള്ളിലുള്ള മൃഗീയ വികാരങ്ങളെ ഹിംസിക്കൂ എന്നാണ്. ചിത്തശുദ്ധിക്കായി മനഃശുദ്ധിക്കായി യാഗങ്ങൾ ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാവണം, തീർത്തും സ്വച്ഛമാവണം, ഉള്ളിലുള്ള മൃഗീയ ചിന്തകൾ തീർത്തും ഇല്ലാതെയാവണം. അതിനെ ഹിംസിക്കൂ എന്നാണ് ഉദ്ദേശിച്ചത്. അത് പ്രയാസമാണ്. മാത്രമല്ല യാഗങ്ങൾ യജ്ഞങ്ങൾ ചെയ്യുന്നത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടും വേറെ പലത് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെ ഒരു വ്യഭിചരിക്കപ്പെടൽ ഇടക്കാലത്തുണ്ടായി. അതോടുകൂടി ചിത്തശുദ്ധിക്ക് വേണ്ടി അല്ലാതെ സാധാരണക്കാരെ ഈ കർമ്മമാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി ആ ഫലത്തെ ഒന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഫലത്തെ ഫലശ്രുതികളിൽ ഭ്രമിച്ച് അത് കിട്ടാൻ വേണ്ടി മാത്രം യാഗങ്ങൾ തുടങ്ങിയപ്പം തീർത്തും വ്യഭിചരിക്കപ്പെട്ടു. അപ്പം അവിടെ സ്വർഗത്തിന് വേണ്ടി യാഗം ചെയ്യാണ്, രാജാവാൻ വേണ്ടി യാഗം ചെയ്യാണ്. മനസ്സ് ശുദ്ധാക്കിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് ദേശം പ്രയാസമാണ്, എളുപ്പമാണ് വേറൊരു ജന്തുവിനെ പിടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ യാഗത്തിൽ പറയാത്ത ഹിംസ വന്നു. ബ്രാഹ്മണോസ്യ മുഖമാസിയിൽ ബാഹു രാജന്യകൃത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് തൊലിപ്പുറമെയുള്ള നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ ജനിച്ച അച്ഛൻ്റെയും അമ്മയുടെയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വിഭജനമല്ല എന്നും, മറിച്ച് സ്വഭാവാനുസൃതമായ നമ്മളുടെ ഉള്ളിലുള്ള ഗുണവൈഷമ്യത്തിനനുസൃതമായിട്ടാണ് സ്വഭാവം ഉണ്ടാവുക. ആ സ്വഭാവാനുസൃതമായ കർമ്മവിഭജനമാണെന്നും ചിന്തിക്കാൻ കഴിവില്ലാതെയായി. അത് അതിഹീനമായ ജാതി വ്യവസ്ഥയായിട്ട് മാറി. എന്നിട്ട് അതിൻ്റെയൊക്കെ ദോഷം വേദത്തിലേക്ക് ആരോപിക്കുകയും ചെയ്തു. ഇതൊക്കെ വേദം എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ വേദത്തിലേക്ക് പ്രവേശിക്കണം എന്ന് ആചാര്യം പറഞ്ഞതിനെ മറന്ന് പ്രവേശിച്ചതിൻ്റെ ഫലങ്ങളാണ്. അപ്പം വേദം അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് ഈ നേരിട്ട് പറഞ്ഞിട്ടല്ല, മറിച്ച് പരോക്ഷവാദപരമായി, പ്രത്യേകിച്ച് ജഹദജഹൽ ലക്ഷണാവൃത്തിയിലൂടെയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ വരിക. ഇവിടെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതും അങ്ങനെയാണ്. നിർഗുണമായ അനിർദ്ദേശ്യമായ ബ്രഹ്മത്തെ വാക്കിന് ബോധിപ്പിക്കാൻ കഴിയില്ല, എന്നാൽ ശ്രമിക്കുകയാണ്. ഏതുപോലെ നമ്മൾ ആ സ്വയം ദേവദത്ത എന്നുള്ള ഉദാഹരണം ഒന്നും കൂടി എടുക്കുക. ഈ ദേവദത്തൻ എന്ന് പറഞ്ഞപ്പം ആയെയും ഈയെയും തള്ളിക്കളഞ്ഞ് ദേവദത്തൻ ആണ് സത്യം എന്നുള്ളതിനെ സ്വീകരിച്ചതുപോലെ ഈ ഉപനിഷത്തുകൾ ബ്രഹ്മത്തെ പറ്റി പറയുന്ന ഭാഗങ്ങളിൽ അവിടെ വസ്തുതയെ സ്വീകരിച്ചോളണം. 4 മഹാവാക്യങ്ങളാണ്, നമുക്കറിയുന്നതാണ്. അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. ആയതിൽ വളരെ പ്രധാനപ്പെട്ട 2 മഹാവാക്യങ്ങൾ, ഉപദേശവാക്യം അനുഭൂതിവാക്യം, നമുക്കൊന്നെടുത്ത് വിചാരം ചെയ്യാം. ഉപദേശവാക്യം തത്വമസി, അനുഭൂതിവാക്യം അഹം ബ്രഹ്മാസ്മി. അത് രണ്ടുമൊന്നും നമുക്ക് ചിന്തിക്കാം. ഞാൻ തത്വമസി എന്നുള്ള വാക്ക് നമുക്കറിയാം, അത് വളരെ പ്രസിദ്ധമാണ്. തത് ത്വം അസി. അവിടെ തത് ശബ്ദം ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ സത്യം, ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മ, ആ ബ്രഹ്മത്തെയാണ് തത് ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വം ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ജീവനെയാണ്. അസി എന്നുള്ള ശബ്ദം ഈ ജീവന്റെയും ബ്രഹ്മത്തിൻ്റെയും ഐക്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ അതന്നെ ചിന്തിച്ചു നോക്കുക. തച്ഛബ്ദം കൊണ്ട് വ്യവഹരിക്കപ്പെടുന്ന ബ്രഹ്മം സർവജ്ഞമാണ്, അപരിമിതമാണ്, അപ്രമേയമാണ്. ത്വം ശബ്ദം കൊണ്ട് വ്യവഹരിക്കപ്പെടുന്ന ജീവനാവട്ടെ ആയത് അല്പജ്ഞമാണ്, പരിമിതമാണ്. അവിടെ അസി ശബ്ദം എങ്ങനെയാ യോജിക്കുക? സർവജ്ഞമായ
അപ്രമേയമായ ബ്രഹ്മവും അല്പജ്ഞനായ പരിമിതനായ ജീവനും ഒന്നാണെന്ന് പറയുമ്പോൾ ആ അസി ശബ്ദത്തിനൊരു നിലനിൽപ്പ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് സംശയം വരും. അതെങ്ങനെയാ ശരിയാവുക? ജീവൻ അല്പജ്ഞനല്ലേ, ബ്രഹ്മം സർവജ്ഞമല്ലേ? ഇതേ സംശയം ഞാൻ ബ്രഹ്മമാണ് എന്ന് പറയുമ്പം ഞാൻ അഹം ശബ്ദത്താൽ വ്യവഹരിക്കപ്പെടുന്ന ജീവാത്മാവ് പറഞ്ഞതുപോലെ തന്നെയാ, പരിമിതനാണ്, അല്പജ്ഞനാണ്. എന്നാൽ ബ്രഹ്മമോ അപരിമിതമാണ്, സർവജ്ഞമാണ്. ഈ അല്പജ്ഞനായ ജീവനും സർവജ്ഞനായ ഭഗവാനും ഒന്നാണെന്ന് പറയുമ്പോൾ എങ്ങനെയാ അവിടെ അർത്ഥം സ്വീകരിക്കേണ്ടത്? അവിടെ വാച്യാർത്ഥത്തിന് ബാധ വന്നു. വാച്യാർത്ഥം സ്വീകരിക്കാൻ വയ്യ, സ്വീകരിച്ചാൽ ശരിയാവില്ല. അപ്പൊ അവിടെ നമ്മൾ ലക്ഷണാർത്ഥത സ്വീകരിക്കുക. അവിടെ തന്നെ ജഹദജഹ ലക്ഷണയെ നമ്മൾ സ്വീകരിക്കുകയാണ്. അവിടെ സ്വയം ദേവദത്ത എന്ന ഉദാഹരണത്തെ വെച്ച് വിചാരം ചെയ്യുകയാണ്. ഈ ദേവദത്തൻ എന്നതിൽ ആയെയും ഈയെയും തള്ളിക്കളഞ്ഞ് ദേവദത്തൻ എന്ന വസ്തുതയെ അല്ലെങ്കിൽ സത്യത്തെ സ്വീകരിച്ചതുപോലെ ഈ ജീവൻ എന്ന് വെച്ചാൽ എന്താ? ജീവൻ എന്ന് വെച്ചാൽ അജ്ഞാനത്തോട് ചേർന്ന് നിൽക്കുന്ന, മായയോട് ചേർന്ന് നിൽക്കുന്ന ബ്രഹ്മമാണ്. ആ അജ്ഞാനം എന്ന് വെച്ചാൽ ഇല്ലായ്മയാണ്. അപ്പൊ അജ്ഞാനത്തിന്റെ സാന്നിധ്യം അവിടെ ഒരു ഭ്രമം ഉണ്ടാവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആത്യന്തികമായി ജീവൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല. അന്ധക്കരണമാകുന്ന ഉപാധിയാൽ പരിച്ഛിന്നമാക്കപ്പെട്ട ബ്രഹ്മത്തിനാണ്, ബോധചൈതന്യത്തിനാണ് ജീവൻ എന്ന് പറയുക. ഈ അന്ധക്കരണമാകുന്ന കണ്ണാടി ഉടഞ്ഞാൽ, കണ്ണാടി ഉള്ളിടത്തോളമേ ബിംബവും പ്രതിബിംബവും ഉള്ളൂ. കണ്ണാടി ഉടഞ്ഞാൽ പിന്നെ പ്രതിബിംബം ഇല്ല. അപ്പൊ നമ്മളുടെ ഉള്ളില് ഈ അന്ധക്കരണം, മനസ്സ് പറയാ തിരുവനന്തപുരം താഴ്ന്നിട്ട് ഇതിൽ അജ്ഞാനമുള്ളിടത്തോളം ഞാൻ പരിമിതനാണ്, ഞാൻ അല്പജ്ഞനാണ്, ഞാൻ ഇന്ന ദേശത്ത് ജനിച്ചവനാണ്, ഇന്ന പേരോട് കൂടിയവനാണ്, മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളവനാണ്, നാളെ നശിക്കുന്നവനാണ്. ഇതൊക്കെ ഞാൻ അജ്ഞാനം കൊണ്ട് സങ്കല്പിക്കുകയാണ്. ഭ്രമമാണ് അവിടെ. ഈ ഭ്രമത്തിന്റെ തലത്തിൽ, ഈ അജ്ഞാനത്തിന്റെ തലത്തിൽ ഞാൻ ജീവനും മറ്റത് ബ്രഹ്മം വേറെയും രണ്ടാണ്. എന്നാൽ ഭ്രമം എന്ന് വെച്ചാൽ, തോന്നൽ എന്ന് വെച്ചാൽ ഇല്ലാത്തതാണ്. ആത്യന്തികമായിട്ട് തോന്നൽ എന്ന് വെച്ചാൽ ഇല്ലാത്തതാണ്. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. സാധിക്കേണ്ടുന്ന ഒന്നല്ല, സിദ്ധിക്കേണ്ടുന്ന ഒന്നല്ല, സിദ്ധമാണ്. മോക്ഷം കിട്ടണം എന്നൊക്കെ നമ്മൾ പ്രാഥമിക തലത്തിൽ പറയും. അവിടെ ചെന്നാൽ മോക്ഷം കിട്ടും എന്നൊക്കെ പറയും. പക്ഷെ കിട്ടേണ്ട ഒന്നല്ല. കിട്ടേണ്ടത് എപ്പോഴും നമ്മളിൽ ഇല്ലാത്തത് മാത്രം. നമുക്ക് അന്യമായത് നമ്മളില്ലാത്തത് മാത്രമേ നമുക്ക് കിട്ടേണ്ടതുള്ളൂ. ഇത് നമ്മുടെ സ്വരൂപം തന്നെ മുക്തമാണ്, സ്വതന്ത്രമാണ്, പരിപൂർണ സ്വതന്ത്രമാണ്, അഖണ്ഡമാണ്, മുക്തമാണ് നമ്മുടെ സ്വരൂപം. ഇനി കിട്ടേണ്ടതൊന്നുമില്ല. പക്ഷെ ഞാൻ അജ്ഞാനം കൊണ്ട് കരുതുന്നു ഞാൻ ബദ്ധനാണെന്ന്. അത്രയേ ഉള്ളൂ. ആ അജ്ഞാനം നീങ്ങുകയേ ഉള്ളൂ. അപ്പൊ ഈ അജ്ഞാനം ഇല്ലാതെയായാൽ ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. ഇതുപോലെ നേരത്തെ ആയെയും ഈയെയും തള്ളിക്കളഞ്ഞ് ദേവദത്തൻ എന്ന് പറഞ്ഞ വസ്തുത ഒന്ന് തന്നെയാണെന്ന് സ്വീകരിച്ചതുപോലെ ഈ അജ്ഞാനത്തിന്റെ സാന്നിധ്യമാണ് ഭേദത്തിന് കാരണം. അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ ജീവനും ബ്രഹ്മവും ഒന്നു തന്നെയാണ്. ഈ രീതിയിൽ വേണം മഹാവാക്യങ്ങളിൽ നിന്നും അർത്ഥത്തെ സ്വീകരിക്കാൻ. അപ്പൊ അവിടെ വാക്കിന്റെ ശബ്ദത്തിന്റെ ജഹദജഹ ലക്ഷണ വൃത്തിയാണ് അവിടെ പ്രകാശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അർത്ഥം സ്വീകരിക്കുന്നത്, തത്വമസി എന്ന് പറയുമ്പോൾ അർത്ഥം സ്വീകരിക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ലക്ഷണാവൃത്തിയിലൂടെയാണ് ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഭഗവാനെ വേദങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആയതെന്നെ സ്വരൂപലക്ഷണ, തടസ്ഥ ലക്ഷണം, രണ്ട് രീതിയിൽ സ്വരൂപത്തെ പറഞ്ഞുകൊണ്ട് വെച്ചാൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, സ്വരൂപത്തെ പറയുകയാണ്. ബ്രഹ്മം സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്. അവിടെ അതെ ജഹദ അജഹ ലക്ഷണയ്ക്ക് ഒന്ന് വിചാരം ചെയ്ത സത്യമാണ് ബ്രഹ്മം എന്ന് പറയുമ്പം എന്താ സത്യം? അതായത് ത്രികാലാതീതം, 3 കാലങ്ങൾക്കും അതീതമായിരിക്കണം, ദേശകാല അവധി നിർമുക്തമായിരിക്കണം. അങ്ങനെയൊക്കെ വിചാരം ചെയ്യുമ്പം ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്യം ഇന്നതാണെന്ന് ബോധിക്കാൻ കഴിയും. അപ്പൊ അതിനെ സ്വരൂപലക്ഷണം എന്ന് പറയാം. ഈ തടസ്ഥ ലക്ഷണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നിഷേധിച്ചിട്ട് ഒരവധി വെച്ച് ഈ ഗുണമുള്ള, ആകൃതിയുള്ള, സ്വഭാവമുള്ള ഒന്നും ബ്രഹ്മല്ല. നിർഗുണമാണെന്ന് പറയുമ്പോൾ ഗുണമുള്ളതിനെയൊക്കെ നിഷേധിക്കാം. അപ്പൊ ഗുണമുള്ളതിനെ മുഴുവൻ നിഷേധിച്ചാൽ പിന്നെ ശേഷിക്കുന്നതെന്തോ ആയത് ബ്രഹ്മം. നമ്മൾ കാണുന്ന ഒന്നിനെ വെച്ച് കാണാത്തതിനെ ബോധിപ്പിക്കുക. ഉദാഹരണം പറയുക, കുട്ടിയെ എടുത്ത് മുറ്റത്ത് നിന്ന് അമ്പിളിയമ്മാവനെ കാണിച്ചു കൊടുക്കുക. കുട്ടി കാണുന്നില്ല. അപ്പോൾ കുട്ടി കാണിച്ചു കൊടുക്കുന്നു. എങ്ങനെ? മോനെ നോക്ക്, അവിടെ ഒരു മാവ് കാണുന്നില്ലേ, ആ മാവിൻ്റെ ചില്ലകൾക്കിടയിലൂടെ നോക്ക്. അപ്പൊ കുട്ടി മാവ് കാണുന്നുണ്ട്. കുട്ടിക്ക് മാവ് കാണാൻ എളുപ്പമാണ്.
ആ കുട്ടി കാണുന്ന മാവിനെ വെച്ചുകൊണ്ട് മാവിന്റെ പിന്നിലുള്ള ഒന്നിലേക്ക് കുട്ടിയുടെ ശ്രദ്ധയെ നയിക്കുക. അതേപോലെ ജന്മാദ്യസ്യയത എന്ന ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രം, ബ്രഹ്മ നിർദ്ദേശക സൂത്രം എന്നുള്ള പേരിൽ പ്രസിദ്ധമായതും ഭാഗവതം തുടങ്ങുന്നതുമായ ആ സൂത്രം തസ്ഥലക്ഷയ്ക്കുള്ള ഉദാഹരണമാണ്. അസ്യ ജന്മാദി, ഇതിൻ്റെയൊക്കെ ജന്മാദികൾ യാതൊന്ന് അടിസ്ഥാനപ്പെടുത്തി. ഇതിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന, നമ്മൾ നിലനിൽക്കുന്ന ഈ പ്രപഞ്ചം, അത് നമുക്ക് അനുഭവവേദ്യമാണ്. നമുക്ക് അനുഭവവേദ്യമായ ഈ പ്രപഞ്ചത്തെ വെച്ച് ഇതിന് അടിസ്ഥാനമായ ഉണ്മ, ഇത് എന്തിൽ നിന്നുണ്ടായി, എന്തൊന്നിനെ അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്നു, ഈ നിയമങ്ങൾക്കൊക്കെ നിയാമകമായ ശക്തി എന്ത്, ഇതിനൊക്കെ അധിഷ്ഠാനം എന്ത്, ഇതിൻ്റെ പിന്നിലേക്കുള്ള കാരണത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഇങ്ങനെയാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നർത്ഥം. അപ്പം ഇവിടെ കുറച്ച് ഒന്ന് സങ്കീർണമായിട്ടാണ് പറഞ്ഞത്, നമ്മളത് വ്യക്തമാക്കാൻ ഒന്ന് ശ്രമിക്കുക ചെയ്തത്. വാക്കിൻ്റെ ജഹദജഹ ലക്ഷണ വൃത്തിയെ അവലംബിച്ച് 2 രീതിയിൽ സ്വരൂപത്തെ പറഞ്ഞുകൊണ്ടും പിന്നെ തടസ്ഥമായി പറഞ്ഞുകൊണ്ടും ഈ വേദങ്ങൾ ബ്രഹ്മത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. ആ ശ്രമം പൂർണ്ണമായിട്ട് വിജയം കണ്ടിട്ടില്ല, കാണില്ല. കാരണം ആത്യന്തികമായി വാക്കിന് വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ചോദിക്കപ്പെട്ടത് നമുക്കറിയാം ശ്രീ ശിവബ്രഹ്മർഷിയോടാണ്. ശ്രീ ശിവബ്രഹ്മർഷിയും ഇതിന് കുറച്ച് സംവാദങ്ങൾ പിന്നിലേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ ഒന്നുകൂടി ചിന്തിക്കണം. ഇത് ഈ ഭാഗത്ത് മാത്രമല്ല കാണാൻ കഴിയുക. ഒരു ചോദ്യം ചോദിക്കപ്പെടുമ്പം ഞാനങ്ങ് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയല്ല. ഇവിടെ മുന്നേ പറയപ്പെട്ടത് ഞാൻ പറഞ്ഞു തരാം എന്നാണ്. ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഒരേ സമയത്ത് പറയുന്നയാളുടെ വിനയത്തെ, എളിമയെയും അതേ സമയത്ത് ഭാരതത്തിൻ്റെ അനാദിയായ ജ്ഞാനപാരമ്പര്യത്തെയും ബോധിപ്പിക്കുന്നുണ്ട്. രണ്ടുമുണ്ട്. എൻ്റെതായിട്ട് അങ്ങ് അവതരിപ്പിക്കല, ഞാൻ പറഞ്ഞുതരാമെന്ന് പറയല്ല, മറിച്ച് എനിക്ക് ആചാര്യന്മാരാൽ പറഞ്ഞു കിട്ടി, ഞാനൊരു മധ്യസ്ഥൻ മാത്രം, എൻ്റെതൊന്നുമില്ല അതിൽ. എനിക്ക് അവരിൽ നിന്നും പകർന്നു കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. ഉപദേശഭാഗങ്ങളൊക്കെ നോക്കുക. അപ്പം അവിടെ പറയുന്നയാളുടെ വിനയം മാത്രമല്ല, പിന്നിലേക്ക് വിരൽ ചൂണ്ടുക. അപ്പം എവിടെയാ? ഇവിടെ ഇപ്പോൾ നാരായണ മഹർഷിയുടെ അടുത്തേക്ക് പോകും. ഇനി അവിടുന്ന് നാരായണ മഹർഷി പറയുമ്പോൾ മുന്നേ കേട്ടത് ഇങ്ങനെ പിന്നിലേക്ക് സഞ്ചരിക്കുമ്പം അവിടെയൊക്കെ നമ്മൾ പിന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കാണുന്നത്. ഇത് ശുശ്രമപൂർവേഷാം, ഇത് ശുശ്രമപൂർവാണം, ഒക്കെ പിന്നോട്ടാ. എവിടെയാ തുടക്കം? നിശ്ചല്യ, അനാദിയാണ്, സനാതനമാണ്. അതാണ് സനാതനധർമ്മം എന്ന് ഈ ഒരു സംസ്കാരത്തിന് പേര് വരാൻ കാരണം. ഇത് സനാതനമാണ്, അനാദിയാണ്, എവിടെ തുടങ്ങിയെന്ന് പറയാൻ വയ്യ. ഇന്നിപ്പം വൈദിക കാലഘട്ടമായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് BC 3500 ശേഷം ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടം. അതുപോലും ഈ വേദങ്ങൾ വരമൊഴിയായി രേഖപ്പെടുത്തപ്പെട്ട കാലഘട്ടം മാത്രമാണ്, എഴുതപ്പെട്ട കാലഘട്ടം. ഇന്ന് നമുക്കറിയാം, വേദപഠനശാലകളൊക്കെ സന്ദർശിച്ചാൽ അവിടെ ഈ എഴുതി പഠിപ്പിക്കുക, വായിച്ച് പഠിക്കുന്ന ഒരു സമ്പ്രദായമല്ല. വേദങ്ങൾ വാമൊഴിയായി പഠിക്കുന്ന സമ്പ്രദായം. അതിപ്പോൾ എന്നാ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ശല്യ എന്നർത്ഥം. അത്രയും അനാദിയാണെന്നർത്ഥം. അതുകൂടി അവിടെ ബോധിപ്പിക്കുകയാണ്. എന്തായാലും ഈ ചോദ്യം ചോദിക്കപ്പെട്ട സമയത്ത് ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ഇത് മുന്നത നാരദ മഹർഷിയും നാരായണ മഹർഷിയും തമ്മിലൊരു സംവാദം ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞുതരാം. നാരദ മഹർഷി ഒരിക്കലും നാരായണ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. അവിടെ വെച്ചിട്ട് ഈ സംശയം ചോദിച്ചു. അവിടെ നാരായണ മഹർഷി വീണ്ടും വേറൊരു സംവാദത്തിലേക്ക് വിരൽ ചൂണ്ടി. പണ്ട് ജനലോകത്തിൽ വെച്ച് ഈ ബ്രഹ്മാവിൻ്റെ മക്കളായ മാനസപുത്രന്മാരായ സനകാദി മഹർഷിമാരുടെ ഇടയിൽ ഇങ്ങനെയൊരു ചർച്ച, ഈ വിഷയത്തെക്കുറിച്ചിട്ടൊരു ചർച്ച നടന്നു. വേദങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുന്നത് എന്നവർ ചർച്ച ചെയ്തു. വേദങ്ങൾ എന്തു പറഞ്ഞിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നതെന്നും അവർ പറഞ്ഞു എന്നാണ്. അതിൽ ഈ 4 പേരിൽ ഒരാൾ പറഞ്ഞുകൊണ്ടിരുന്നു, തുല്യശ്രുത തപശീലാഹ തുല്യ സ്വീയാരിമധ്യമാഹ അഭിചക്രോ പ്രവചനം ഏകം ശുശ്രൂഷമഹ അപരേ എന്നാണ്. ഈ 4 പേരും, സനന്ദനാണെങ്കിലും സനാതനനാണെങ്കിലും സനൽകുമാരനാണെങ്കിലും, ഈ 4 പേരും ഒരേപോലെയാണ്. ഒരാൾ പറയുകയും മറ്റ് 3 പേര് കേൾക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെ ഒരു ഗംഭീരമായ സത്രം അവിടെ സംഭവിച്ചു എന്നാണ്. അവിടെ വെച്ചിട്ട് സനന്ദനൻ മഹർഷിയാണ് പറഞ്ഞു തുടങ്ങിയത്. ഈ സംഹാര സമയത്ത്, പ്രളയ സമയത്ത് തന്നിൽ നിന്നും പുറമേക്ക് പ്രകാശിപ്പിച്ച ഈ പ്രപഞ്ചത്തെ, നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തെ തന്നിലേക്ക് തന്നെ വിലയിപ്പിച്ച് യോഗനിദ്രയിൽ അല്ലെങ്കിൽ കാരണജലത്തിൽ ശയിക്കുന്ന ഭഗവാൻ അടുത്ത സൃഷ്ടിക്ക് ഉണർന്ന് എണീക്കുന്ന സമയത്ത് തന്നിൽ നിന്നും ഈ പ്രപഞ്ചത്തെ അങ്ങ് പുറമേക്ക് പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ വേളയിൽ ഭഗവാനിൽ നിന്നും വേദങ്ങളുണ്ടായി. വേദങ്ങൾ
ഭഗവാനെ എങ്ങനെയാണോ പള്ളിക്കുറുപ്പ് രാജാവിനെയൊക്കെ ഉറക്കമൊക്കെ വേണമെന്നാണ്. പള്ളിക്കുറപ്പ് ഉണർത്തുക എന്നൊക്കെ പറയും. ഗംഭീരമായിട്ട് രാജാവിൻ്റെ കേമത്തങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉറക്കം വേണം, പള്ളി ഉണർത്തുക എന്ന് പറയും. അപ്പോൾ രാജാവിനെ എങ്ങനെയാണോ, മഹാകേമനായ ചക്രവർത്തിയെ എങ്ങനെയാണോ സൂതമാഗധ വന്ദികൾ, പൈതാളികന്മാർ എന്നാണ് ഇവർ ഒന്നായിട്ട് അങ്ങ് പറയുക, സ്തുതിപാഠകന്മാർ. ഈ സ്തുതിപാഠകന്മാർ രാജാവ് രാവിലെ എണീക്കുന്ന സമയത്ത് അവിടെ ചെന്ന് രാജാവിൻ്റെ അപദാനങ്ങൾ ഇങ്ങനെ കീർത്തിക്കുന്നതാണ്. അങ്ങ് മഹാകേമനാണ്, യോഗ്യനാണ്, ചെയ്ത പ്രവൃത്തികളൊക്കെ പറഞ്ഞ് രാജാവിനെ ഉണർത്തുന്നതാണ്. രാജാവിന് കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവാനും ഒരു മാർഗം തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ശ്രുതികൾ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. സൃഷ്ടിക്കായിക്കൊണ്ട് ഉദ്യമിക്കുന്ന ഭഗവാനെ ഈ സ്തുതികൾ ഒന്ന് അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുമ്പോഴേ സ്തുതിയുള്ളൂ, രണ്ടായിട്ട് നിൽക്കുമ്പോൾ. ഇനി ഒന്നുകൂടി ചിന്തിക്കുക, ഈ രാജാവ് എന്ന വ്യവസ്ഥയിലെ ഒരു വ്യക്തിയല്ല, ആ വ്യവസ്ഥയിൽ പെട്ടത് തന്നെയാണ് ഈ വൈതാളികന്മാർ, വേറെയല്ല. മനസ്സിലാക്കുക. അതേപോലെ വേദങ്ങൾ എന്ന് പറയുമ്പോൾ ഭഗവാനിൽ നിന്നും അന്യമായ ഒന്നല്ല. എന്നാൽ വ്യാവഹാരിക തലത്തിൽ അവിടെ ഒരു ദ്വൈതം ഉണ്ടാവുകയാണെന്ന് മാത്രം. അങ്ങനെ വേദങ്ങൾ ഭഗവാനെ പ്രത്യൂഷ എഭ്യേത്യ സുശ്ലോകയ്യ ബോധയന്തി അനുജീവിന അതിഗംഭീരമായിട്ട് സ്തുതിച്ചു എന്നാണ്. ഇനി ആ സ്തുതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തുതി കുറേ ശ്ലോകങ്ങളുണ്ട്. പിന്നെ ഈ ശ്രുതിഗീതയിൽ വ്യത്യസ്തമായി അല്ലെങ്കിൽ തീർത്തും പറയേണ്ടത് ഇതിൻ്റെ ഈ ഒരു ചോദ്യമാണ്. മറ്റ് സ്തുതിയിൽ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഏകാദശത്തിൽ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്യാൻ ഉള്ളതുമാണ്. ഈ ഒരു സംശയം, ആ സംശയത്തിന് മറുപടി മാത്രമാണ് ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളത്. അതാണ് അതിന് കൂടുതൽ സമയം കൊടുത്തത് എന്ന് താല്പര്യം. നമുക്ക് ആ സ്തുതിയിലേക്ക് പ്രവേശിക്കാം. കുറച്ച് ശ്ലോകങ്ങൾ പറഞ്ഞ് സാമാന്യമായിട്ട് പറഞ്ഞങ്ങ് പോവാം. ജയ ജയ ജിഹ്യജാം അചിതദോഷഗൃഭീത ഗുണാം ത്വമസി യദാത്മന സമവരുദ്ധ സമസ്തഭഗ അഗജഗദോഗസാം അഖിലശക്തി അവബോധകതേ ക്വചിത് അജയാത്മനാച ചരതോനുചരേന്നിഗമ. ഹേ അജിത, അജിതൻ, ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്തയാൾ. ശങ്കരാചാര്യസ്വാമികൾ സഹസ്രനാമത്തിൻ്റെ ഭാഷ്യത്തിൽ പറയും, ന കേനാപ്യവതാരേഷു ജിത അജിത. ഒരവതാരങ്ങളിലും ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ആളാരാണോ അയാളാണ് അജിതൻ എന്നാണ്. ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത അജിതനായ ഭഗവാനെ ജയ ജയ എന്നാണ്. ഇതൊരു പൊരുത്തക്കേടില്ലേ ഇവിടെ? ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ആളോട് ജയിച്ചാലും ജയിച്ചാലും എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എപ്പോഴെങ്കിലും പരാജയം ഉണ്ടാവുന്ന ആളോട് മാത്രമല്ലേ ജയിക്കൂ അങ്ങ് എപ്പോഴും ജയിക്കട്ടെ എന്ന് പറയേണ്ടതുള്ളൂ. അപ്പം ഹേ അജിത ജയ ജയ എന്നവിടെ പറഞ്ഞു. അതെന്താ? നമുക്ക് ആ ശ്ലോകം മുഴുവനായിട്ട് ചിന്തിക്കാം. അങ്ങ് ജയിച്ചാലും എന്തിനു ജയിച്ചാലും ദോഷഗൃഭീത ഗുണാം അജാം ജയ. ദോഷഗൃഭീത ഗുണയായ സകല ദോഷങ്ങൾക്കും കാരണമായ ഗുണങ്ങളോട് ചേർന്നവളായ മായയെ അങ്ങ് ജയിച്ചാലും, ആ മായയെ അങ്ങ് ജയിക്കുമ്പോൾ ഈ ജീവന്മാർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുന്നത് മായ കാരണമാണ്. അപ്പൊ ഈ ജീവന്മാരുടെ മുന്നിൽ അവർക്ക് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന മായയെ അങ്ങ് നശിപ്പിക്കുന്ന സമയത്ത് ജീവന്മാരുടെ തലത്തിൽ ജീവന്മാർക്ക് മുന്നിൽ അങ്ങയ്ക്കൊരു വിജയം ഉണ്ടാവുന്നു. ആത്യന്തികമായിട്ട് അങ്ങയ്ക്ക് പരാജയമില്ല വിജയമില്ല, അങ്ങ് എപ്പോഴും ജയിച്ചു നിൽക്കുന്നയാളാണ്. എന്നാൽ ജീവന്റെ തലത്തിൽ ജീവന് വിപരീതം നൽകുന്ന ഒന്നിനെ അങ്ങ് നശിപ്പിക്കുന്ന സമയത്ത് അങ്ങയ്ക്കൊരു എന്താ പറയുക, ഒരു വ്യാവഹാരിക വിജയം ഉണ്ടാവുന്നു ജീവന്മാരുടെ തലത്തിൽ മാത്രം. ആ വിജയത്തെ അങ്ങ് നേടിയാലും ആ രീതിയിലാണ് ജയ ജയ എന്നുള്ളതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അജിതനായ ഭഗവാനെ അങ്ങ് ജയിച്ചാലും എന്ന് വിഡിതം പറഞ്ഞതല്ല എന്നർത്ഥം. ദോഷഗൃഭീത ഗുണയായ, ആർക്ക് ദോഷഗൃഭീത ഗുണ? ജീവന്മാർക്കാണ്. ഭഗവാന് ദോഷത്വം നൽകുന്നില്ല. മായയെ അങ്ങ് ജയിച്ചിട്ട് ഈ ജീവന്മാരെ അനുഗ്രഹിക്കൂ. അപ്പം ജീവന്മാർക്ക് മുന്നിൽ അങ്ങൊരു വിജയം നേടുന്നു. ആ വിജയത്തെ അങ്ങ് പ്രാപിക്കൂ എന്ന് താല്പര്യം. ദോഷഗൃഭീത ഗുണാം അജാം ജയ. ഞങ്ങൾക്ക് അതിന് കഴിയോ? കഴിയും. എന്തുകൊണ്ട്? ത്വമസിയദാത്മന സമവരുദ്ധ സമസ്തഭഗ. അങ്ങയിൽ സമസ്ത ഭഗവും ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഭഗവാന് ആ പേര് വന്നത്. ഏത് പേര്? ഭഗവാൻ എന്നുള്ള പേര് വന്നത്. ധനവാൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ധനം ധാരാളമുള്ള ആള്. അതേപോലെ ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗം ധാരാളമുള്ള ആള്, അയാളാണ് ഭഗവാൻ. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ ശ്രിയ ജ്ഞാന വൈരാഗ്യോശൈവ ഷണ്ണാം ഭഗ ഇതീരിത. ഈ വിഷ്ണു പുരാണത്തിലൊരു ഭാഗത്തിൽ ഈ ഭഗവാൻ ശബ്ദത്തിന് കുറേ അർത്ഥങ്ങൾ പറയുന്നുണ്ട്.
ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ ശ്രിയ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 കൂടി ഭഗം എന്ന് പറയാം. ഈ 6 കൂടി ഏറ്റവും അധികം ആരിൽ നിൽക്കുന്നോ അയാൾ ഭഗവാൻ. ഉൽപ്പത്തിയും പ്രളയം ചെയ്വ ഭൂതാനാം ആഗതിങ്കതിയും വേത്തി വിദ്യാം അവിദ്യാം ച. പിന്നെയും പറയൂ അവിടെ, ഉൽപ്പത്തിയും പ്രളയം ചെയ്വ, ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി ഉണ്ടാവൽ, പ്രളയം പ്രകർഷണയുള്ള ലയിക്കൽ, വിദ്യ അവിദ്യ, ഇതൊക്കെ ആരറിയുന്നുവോ അയാൾ ഭഗവാനാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഉണ്ടാവലും നശിക്കലും അറിയണമെങ്കിൽ എൻ്റെ ഇങ്ങോട്ടേക്കുള്ള വരവും ഞാൻ എൻ്റെ ഇവിടെ നിന്നുള്ള പോക്കും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടാവണം, ഞാൻ പോയതിന് ശേഷവും ഇവിടെ ഉണ്ടാവണം. അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അതേപോലെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയും ലയവും അറിയുന്നയാൾ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുന്നേയും പ്രപഞ്ചം ഉണ്ടായതിനു ശേഷവും ഇവിടെയുള്ള ആളായിരിക്കും. അപ്പൊ ഇന്നലെ ഉള്ളതും നാളെ ഉണ്ടാവുന്നതും മാത്രമേ ഇന്നും ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ ഇന്ന് ഈ പ്രപഞ്ചമായിട്ട് പ്രകാശിക്കുന്നതും അങ്ങനെയാണ്. അങ്ങനെ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ സത്യം യാതൊന്നാണോ ഈ വിദ്യയ്ക്കും അവിദ്യയ്ക്കും സാക്ഷിയായിട്ട്. അവിദ്യ എന്ന് വെച്ചാൽ അജ്ഞാനം, വിദ്യ എന്ന് വെച്ചാൽ ആ അജ്ഞാനത്തെ നശിപ്പിക്കുവാനുള്ള മാർഗം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ രണ്ടും മായയാണ്. രണ്ടും മായയാണ്. മുകളിലേക്ക് കയറുന്ന സമയത്ത് ഓരോരോ സ്റ്റെപ്പും താഴത്ത് നിൽക്കുമ്പം അടുത്ത സ്റ്റെപ്പ് കയറേണ്ടതാണ്. അത് കയറിക്കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് ഉപേക്ഷിക്കേണ്ടതാണ്. പറഞ്ഞതുപോലെയാ വിദ്യ വിദ്യയും. ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പേ ആവശ്യമില്ല. ഏറ്റവും താഴത്തുള്ള അവസ്ഥ അവിദ്യ എന്ന് പറയാം. ആ സ്റ്റെപ്പുകളാണ് വിദ്യ എന്ന് വെച്ചാൽ. മനസ്സിലാവുമെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ അതാ ഏകാദശത്തിലൊക്കെ പറയുന്നുണ്ട്, ഗുരുനാഥൻ്റെ കൂടെ താമസിച്ച് ഗുരുനാഥനും ശിഷ്യനും തമ്മിലുള്ള സംവാദത്തിൽ അരണികടയിലൊക്കെ പറഞ്ഞ് ആ അരണികടയിൽ നിന്നും ജനിക്കുന്ന അഗ്നി അജ്ഞാനത്തെ തീർത്തും നശിപ്പിക്കും. ആ അഗ്നിയെ അവിടെ വിദ്യയായിട്ട് കൽപ്പിച്ചു. അജ്ഞാനം അവിദ്യ. അജ്ഞാനം തീർത്തും നശിച്ചാലോ, ഒരു പേപ്പറിന് തീ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പേപ്പർ കത്തും. പേപ്പർ മുഴുവൻ കത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല, തീയും കെടും. പിന്നെ തീയും ഇല്ല, പേപ്പറും ഇല്ല. ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനം ഈ ശാസ്ത്രോപദേശങ്ങളാൽ അല്ലെങ്കിൽ വേദവാക്യങ്ങളാൽ ഋഷീശ്വര ആചാര്യന്മാരാൽ തീർത്തും ഇല്ലാതെയായാലോ പിന്നെ ഒന്നുമില്ല, അതും ഇല്ലാതെ, പിന്നെ ശാസ്ത്രമൊക്കെ അവിടെ അപ്രസക്തമായി എന്നർത്ഥം. പിന്നെ ഒന്നുമില്ല, ഉള്ളത് ഒന്ന് മാത്രമായി. പിന്നെ വിദ്യയും അവിദ്യയും, അതാണ് വിദ്യയെയും അവിദ്യയെയും അറിയുന്നവനാരോ എന്ന് പറഞ്ഞത്. രണ്ടിനും അപ്പുറത്താണ്. അങ്ങനെയുള്ള ആളാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആളായതുകൊണ്ട് അങ്ങക്ക് മായയെ ജയിക്കാൻ കഴിയുന്നതാണ്. ഇതിനപ്പുറത്തുള്ള ആളാണ്. ഈ വേറെ രീതി ചിന്തിച്ചാൽ ഭഗം നിഹത്യ യോഗം ദദാതി ഇതി ഭഗവാൻ. ഭവം നിഹത്യ യോഗം ദദാതി. ഭഗം ഉള്ള വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഭ എന്നാണ്, രണ്ടാമത്തത് ഗം. അതുണ്ടായത് ഒരു പ്രത്യേക രീതിയിലാണ്. ഭവത്തെ ഇല്ലാതെയാക്കി യോഗത്തെ പ്രദാനം ചെയ്യുന്നതുകൊണ്ട് ഭഗവാൻ ആയി എന്നാണ്. ഭവം എന്ന് വെച്ചാൽ എന്താ? ഭവിക്കുക, ഉണ്ടാവുക. അപ്പം സംസാരം എന്നർത്ഥം ചുരുക്കി അങ്ങ് പറയാന്ന് വെച്ചാൽ സംസരതി ഇത് സംസാര, വട്ടം തിരിപ്പിക്കുന്നതോ ചുറ്റി തിരിപ്പിക്കുന്നതോ അതാണ് സംസാരം. അജ്ഞാനത്തിന് അടിപ്പെട്ട അവസ്ഥ. ആ അജ്ഞാനത്തെ, ഭവത്തെ, സംസാരത്തെ നിഹത്യ, നിഹനിച്ച് നശിപ്പിച്ച് യോഗത്തെ പ്രദാനം ചെയ്യുന്നയാളാരാണോ, യോഗം എന്ന് വെച്ചാൽ ചിത്തവൃത്തി നിരോധ യോഗ, ചിത്തവൃത്തികളുടെ സമ്പൂർണമായ നിരോധം യോഗം. മാർഗാർത്ഥത്തിൽ, ലക്ഷ്യാർത്ഥത്തിൽ മേളനെ എന്ന ധാതുവിൽ നിന്നാണ് യോഗം എന്നുള്ള ശബ്ദം ഉണ്ടാവുന്നത്. മേളനം, കൂടിച്ചേരൽ എന്ന് വെച്ചാൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ജീവനും ബ്രഹ്മവും തമ്മിലുള്ള കൂടിച്ചേരൽ. ഈ വേറെ രീതി പറയുകയാണെങ്കിൽ ഈ പലതുണ്ട് ഇപ്പം, ആ പലതൊക്കെ ഒരുമിച്ച് അങ്ങ് കൂടിച്ചേർന്ന് ഞാനും ലോകവും ഇല്ല, രണ്ടും ഒന്നായി ആ പരമമായ ജ്ഞാനതലത്തിൽ. ആ കൂടിച്ചേരൽ അതാണ് ലക്ഷ്യം. ഈ ജീവബ്രഹ്മ ഐക്യമാണ് ലക്ഷ്യം. ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ സത്യം ഏകമാണ്. ആ ഏകത്വത്തെ സാക്ഷാത്കരിക്കലാണ് മോക്ഷമുക്തി എന്നൊക്കെ പറഞ്ഞാൽ അതിനാണ് യോഗം എന്ന് പറയുക. ലക്ഷ്യാർത്ഥത്തിൽ യോഗശബ്ദം ലക്ഷ്യാർത്ഥത്തിലും മാർഗതലത്തിലും, ലക്ഷ്യതലത്തിലും മാർഗതലത്തിലും ഉപയോഗിക്കുന്നുണ്ടേ, സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ലക്ഷ്യതലത്തിൽ യോഗം എന്ന് വെച്ചാൽ മുക്തി തന്നെയാണ്, മോക്ഷം തന്നെയാണ്. അപ്പം ഈ മോക്ഷം എപ്പോഴാണ് ഉണ്ടാവുക? സംസാരം നശിക്കണം. അപ്പൊ ഈ സംസാരത്തെ, ഭവത്തെ നശിപ്പിച്ച് സംസാരത്തിന് കാരണീഭൂതയായ മായയെ ഇല്ലാതെയാക്കി ഈ യോഗാവസ്ഥയെ പ്രദാനം ചെയ്യുന്നവനാരോ അയാൾ ഭഗവാൻ എന്നാ പേരെന്നെ അങ്ങനെയാണ് കിട്ടിയത്. അതുകൊണ്ട് അങ്ങ് ഭഗവാനായതുകൊണ്ട് മായയെ അങ്ങക്ക് ജയിക്കാൻ കഴിയും. അഗജഗദോഗസാം അഖിലശക്തി അവബോധഗതേ. അങ്ങനെയുള്ള ജയത്തെ അങ്ങ് പ്രാപിച്ചാലും അഗജഗദോഗസാം അഖിലശക്തി അവബോധഗതേ. അഗജഗത്തുക്കൾ ചലിക്കുകയും ചലിക്കാതിരിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ. ജഗത്ത് എന്ന് വെച്ചാൽ ജവേന ഗച്ഛതി ഇത് ജഗത്ത് എന്നാണ്. വളരെ വേഗത്തിൽ സഞ്ചരിക്കൊണ്ടിരി ജഗത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഇതാ.
ജഗത്ത് എന്നുള്ള പദത്തിന് ലോകം എന്ന് സാമാന്യാർത്ഥം. ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനെ അർത്ഥതാണ് ജവേന ഗച്ഛതി, വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം മാറിക്കൊണ്ടിരിക്കുക, അതൊക്കെ ജഗത്താ. അപ്പൊ ഈ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാറ്റിനും അഖിലശക്തി അവബോധകതയെ, എല്ലാറ്റിനും ശക്തി നൽകി ഉണ്മയായി ആയതിൻ്റെയൊക്കെ അസ്തിത്വമായി, അസ്ഥി ഇതി ഇവ ഉപലബ്ധവ്യ എന്ന് പറയും ഉപനിഷത്ത്, ഉണ്മയായി പ്രകാശിക്കുന്ന ബോധസ്വരൂപനായ അല്ലയോ ഭഗവാനെ, ക്വചിത് അജയാത്മനാച ചരതോനുചരേന്നിഗമാം, മായയോട് ചേർന്നിട്ടും മായയോട് വേറിട്ടും നിൽക്കുന്ന അങ്ങയിലേക്ക് ഞങ്ങൾ ദാ വേദങ്ങൾ സഞ്ചരിക്കുന്നു എന്നാണ്. അങ്ങ് മായയോട് കൂടി ചേർന്ന് നിൽക്കുമ്പം ഈ പ്രപഞ്ചം ഉണ്ടാവുന്നു, മായയിൽ നിന്നും വേറിട്ട ഈ പ്രപഞ്ചം ഇല്ലാതെയായി. മായയെ അവലംബിച്ച് മായയെ ആശ്രയിച്ച് അങ്ങ് സൃഷ്ടിക്കുന്നു, മായയെ ആശ്രയിച്ച് സൃഷ്ടിയെ നിലനിർത്തുന്നു, മായയെ ആശ്രയിച്ച് സൃഷ്ടിയെ ഇല്ലാതെയാക്കുന്നു. മായയുടെ തലത്തിൽ സൃഷ്ടിയുണ്ടെന്നർത്ഥം. ഇതൊക്കെ പറയുമ്പം യുക്തിക്കനുസരിച്ചിട്ടൊന്ന് വിചാരം ചെയ്യേണ്ടതാണ്. മായ എന്നൊക്കെ പറയുമ്പോൾ വേറെ എന്തോ ഒരു ശക്തിയാണ്, അങ്ങനെയൊക്കെ ഉണ്ട് പല ആൾക്കാർക്കും ഒരു ധാരണ. ഭഗവാൻ എന്ന് വെച്ചാൽ അതൊരു പുല്ലിംഗവാചി ശബ്ദം, ഒരു പുരുഷൻ. മായ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ. എന്നിട്ട് ആ സ്ത്രീ ശക്തിയോടുകൂടി ഭഗവാൻ ഇങ്ങനെ ചേരുമ്പം ഈ പ്രപഞ്ചമൊക്കെ ഭഗവാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. മായ എന്ന് വെച്ചാൽ എന്താ? മീയതേ അനേന ഇതി മായ, യാമാ സാ മായ, എന്തെന്നാണോ ഇല്ലാത്തത് അത് മായ, തോന്നലുകൾക്ക് കാരണമായിട്ടുള്ളതെന്തോ അത് മായ. അജ്ഞാനം, അറിവില്ലായ്മ. ഈ അജ്ഞാനം, അറിവില്ലായ്മ എത്രയിടത്തോളം ഉണ്ടോ അത്രയിടത്തോളം പ്രപഞ്ചമുണ്ട്. ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല. പ്രപഞ്ചം എപ്പോഴാണ് ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ സൃഷ്ടി എന്തിനെ അവലംബിച്ചിട്ടാ? ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. സങ്കല്പത്തെ അവലംബിച്ച് സങ്കല്പത്തെ അധിഷ്ഠാനമാക്കിയിട്ടാണ് സൃഷ്ടി സംഭവിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ സങ്കല്പമില്ല എന്ന് വെച്ചാൽ സൃഷ്ടിയില്ല, ഒന്നുമില്ല. നമുക്ക് അനുഭവം എപ്പോഴും സങ്കല്പാനുസൃതമായിട്ടുണ്ടാവുന്നത്. ഇത് പുസ്തകം, ഇത് ഭാഗവതം ഞാൻ പറയുന്നു. അപ്പോൾ അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഭാഗവതം. ഇനി ഒന്നുകൂടി ചോദിച്ചാൽ വേറൊരാൾ ഇതുവരെ ഭാഗവതം കാണാത്ത ഒരാൾ, അയാൾ ചോദിച്ചു ഇതെന്താ സാധനം എന്ന്, അതൊരു പുസ്തകം എന്നാണ് അയാൾ പറയുക. ഇനി വേറൊരാൾ ചോദിച്ചാൽ അത് കുറേ കടലാസുകൾ എന്നാണ് പറയുക. അപ്പം ഏതായാലും സത്യം? അവിടെ എങ്ങനെയാ സൃഷ്ടി സംഭവിക്കുന്നത്, അനുഭവം ഉണ്ടാവുന്നത്? എൻ്റെ ഉള്ളിൽ ഭാഗവതം ആണ് ഇത് എന്നുള്ള സങ്കല്പം ഉള്ളതുകൊണ്ട് എൻ്റെ മുന്നിൽ ഇത് ഭാഗവതം സൃഷ്ടിക്കപ്പെടുന്നു. ഇതൊരു പുസ്തകമാണ് എന്ന സങ്കല്പമുള്ള ആൾക്ക് ഇത് പുസ്തകമായി. ഇത് പേപ്പറുകളാണെന്നുള്ള സങ്കല്പത്തോടുകൂടി നോക്കുമ്പോൾ അത് പേപ്പറുകളായി. ഇനി അതിനും ആധാരമായ പൾപ്പാണെന്നുള്ള സങ്കല്പത്തോടുകൂടി നോക്കി അത് പൾപ്പായി. ഇനി അതിനും മുളയാണെന്നുള്ള സങ്കല്പത്തോടുകൂടി നോക്കി അത് മുളയായി. അല്ലേ? എപ്പോഴും സങ്കല്പമാണ് സൃഷ്ടിക്കുന്നത്, സങ്കല്പമാണ് അനുഭവത്തിന് കാരണം. ഇത് നമ്മുടെ മുന്നിൽ കുടം പ്രത്യക്ഷപ്പെടുന്നത് കുടം ഉണ്ട് എന്നുള്ള സങ്കല്പം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ്. അല്ലാച്ചാ കുടമില്ല. ഇതുവരെ കുടം കാണാത്ത ഒരാൾക്ക് കാടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു വനവാസിയെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അയാളോട് ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്താ പറയുക? ഇത് മണ്ണാന്ന് പറയും. അയാൾ മണ്ണ് കണ്ട് നല്ല പരിചയം ഉണ്ടാവും. നമ്മളതിനെ കുടം എന്ന് പറയും, അയാൾ മണ്ണെന്ന് പറയും. എന്താ അയാൾക്ക് കുടത്തെ അനുഭവിക്കാൻ പറ്റാഞ്ഞു? അയാളുടെ ഉള്ളിൽ കുടം എന്നുള്ള സങ്കല്പമില്ല. അപ്പൊ സങ്കല്പമാണ് എപ്പോഴും അനുഭവത്തിന് കാരണം. സങ്കല്പമാണ് സൃഷ്ടിക്കുന്നത്. ആ രീതിയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്താ? പ്രപഞ്ചം ഉണ്ട്, ഇങ്ങനെയാണ് പ്രപഞ്ചം എന്നുള്ള സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം വ്യത്യസ്തമാണ്. നമ്മുടെയൊക്കെ പ്രപഞ്ചം വ്യത്യസ്ത. എൻ്റെ പ്രപഞ്ചമായിരിക്കില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ പ്രപഞ്ചമാവില്ല വേറൊരാൾക്ക്. ഒരു ചെറിയ കുട്ടിയുടെ പ്രപഞ്ചമല്ല നമുക്ക്, നമ്മുടെ പ്രപഞ്ചമല്ല ഒരു ശാസ്ത്രജ്ഞന്. മൃഗങ്ങൾ കാണുന്ന അനുഭവിക്കുന്ന പ്രപഞ്ചമല്ല നമ്മൾ അനുഭവിക്കുന്നത്. ഇന്തോനേഷ്യയിൽ സുനാമി ഉണ്ടായപ്പം പൂച്ചകളൊക്കെ ഇങ്ങനെ വരിവരിയായി ഒരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്നു എന്നാണ്. സുനാമി ഉണ്ടാവുന്നതിന് മുന്നേ തലേ ദിവസം നമ്മൾ കാണാത്ത എന്തൊക്കെയോ അവയ്ക്ക് പ്രപഞ്ചത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ. അപ്പം ഏതപ്പോൾ സത്യം? ഞാൻ കാണുന്ന പ്രപഞ്ചമാണോ? കുട്ടി കാണുന്ന പ്രപഞ്ചമാണോ? ഈ മൃഗം കാണുന്ന പ്രപഞ്ചമാണോ? ഞാൻ ഈ കണ്ണോട് കാണുന്ന പ്രപഞ്ചമാണോ? അല്ല ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കുമ്പോൾ വേറൊരു പ്രപഞ്ചമാണ് കാണുന്നത്, അതാണോ? ഞാൻ ഈ കൈ എന്ന് പറയുന്നത് കണ്ണോണ്ട് നോക്കിയാൽ കൈ എന്നുള്ള രൂപമുണ്ട്, ഈ ഒരു രൂപമുണ്ട്, അതിന് ഞാൻ തന്നെ കൽപ്പിച്ച പേരുമുണ്ട്. ഇതേ സാധനത്തെ ഞാൻ മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ പേരും പോയി രൂപം പോയി. പിന്നെ അവിടെ വേറൊരു പേര് വന്നു, രൂപം വന്നു, കോശങ്ങൾ എന്ന് പറയും. പിന്നെ ഈ മൈക്രോസ്കോപ്പിന് ശക്തി കൂട്ടിക്കഴിഞ്ഞാൽ പേരുകളും രൂപങ്ങളും ഇങ്ങനെ മാറി മാറി വരിക. അപ്പം ഏതാപ്പോൾ സത്യം? കൈയാണോ സത്യം? കോശങ്ങളാണോ സത്യം? DNA ആണോ സത്യം? കാർബൺ ആറ്റങ്ങളാണോ സത്യം? ഈ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണോ സത്യം? സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് അതാണോ സത്യം? എനർജി വേവ്സ് ആണോ സത്യം? ഒക്കെ ഇതിനെങ്ങനെ കാരണവിചാരം ചെയ്ത് സൂക്ഷ്മമായ തലത്തിലേക്ക് പോകുമ്പം പേരുകളും രൂപങ്ങളും മാറി 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 വരിക. അങ്ങനെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിലെത്തുമ്പോഴോ പേരുമില്ല, രൂപവുമില്ല.
ഏതിനെ വിചാരം ചെയ്തു പോയാലും, കൈയാണെങ്കിലും മൈക്കാണെങ്കിലും പുസ്തകമാണെങ്കിലും മേശയാണെങ്കിലും പൂവാണെങ്കിലും ക്യാമറ ആണെങ്കിലും എന്താണെങ്കിലും, അടിസ്ഥാനത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ സ്ഥൂലതലത്തിൽ ഉണ്ടായിരുന്ന രൂപങ്ങൾ, പേരുകൾ ഇല്ലാതെയാവുകയാണ്. സൂക്ഷ്മമായ വിചാരതലത്തിൽ അവിടെ ഒന്ന് മാത്രം പ്രകാശിക്കുകയാണ്. ഏറ്റവും അടിസ്ഥാനം, ആധാരം, രൂപമില്ലാത്ത, ഗുണമില്ലാത്ത, ആകൃതിയില്ലാത്ത ആ ഒരു പരമമായ ബോധ ചൈതന്യം. അതാണ് അപബോധകതയെ, അല്ലയോ അപബോധകനായ ഭഗവാനെ, ഈ ബോധസ്വരൂപമായി പ്രപഞ്ചത്തിന്റെ അസ്തിത്വമായി ഉണ്മയായി പ്രകാശിക്കുന്ന ഭഗവാനെ. ഭാരതീയ വീക്ഷണം അനുസരിച്ച് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തിലെ സിംഹാസനത്തിലിരുന്ന് തൻ്റെ ഇഷ്ടത്തിനും ഇച്ഛയ്ക്കും അനുസരിച്ചിട്ട് ഭരിക്കുന്ന ഒരു ചക്രവർത്തിയല്ല. ഈ ലോകത്തിൽ നിന്ന് ഭിന്നമായ ഒന്നല്ല, മറിച്ച് ഈ ലോകത്തിലെ സത്യമാണ്. എന്നിലെ സത്യം, നിങ്ങളുടെ സത്യം, എന്തിലേയും സത്യം, എന്തും ഉണ്ട് എന്ന് പറയുവാൻ അടിസ്ഥാനമായ ഉണ്മ, എന്തിൻ്റെയും അടിസ്ഥാന കാരണം, അതാണ് ഭഗവാൻ എന്ന് വെച്ചാൽ. ആ കാരണത്തെ, അടിസ്ഥാനമായ കാരണത്തെ സാക്ഷാത്കരിച്ചാൽ, ഇന്നിപ്പം ഈ അയഥാർത്ഥ്യങ്ങൾക്ക് നടുവിൽ ഇത് സത്യമാണെന്ന് കരുതുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ ദുഃഖങ്ങൾക്ക്, അസ്വസ്ഥതകൾക്ക് കാരണം ഈ പ്രപഞ്ചമാണ്, ഞാനല്ല, ഞാൻ അല്ലാത്ത ഈ പ്രപഞ്ചമാണ്. നമുക്കെല്ലാ ദുഃഖങ്ങളും ഉണ്ടാവുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്നാണ്. അവൻ കാരണമാവാം, അവൾ കാരണമാവാം, ഇത് കാരണമാവാം, അത് കാരണമാവാം. അപ്പോൾ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ എന്തേ വഴിയുള്ളൂ? പ്രപഞ്ചത്തെ ഇല്ലാതെയാക്കിയാൽ മതി. പ്രപഞ്ചത്തെ ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചത്തെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുറമെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുക എന്നല്ല. പ്രപഞ്ചത്തെ വിചാരം ചെയ്യുമ്പം പ്രപഞ്ചത്തെ നശിപ്പിക്കാനില്ല, പ്രപഞ്ചം ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഓരോന്നിനും വെച്ച് വിചാരം ചെയ്തു നോക്കൂ. ഓരോന്നിനെയും ഇതെന്താണെന്ന് പിന്നിലേക്ക് പോയി നോക്കൂ. പേരുകളും രൂപങ്ങളൊന്നും വാസ്തവങ്ങളല്ല. ഈ വാസുദേവ പ്രസാദ് എന്നുള്ള പേര് ഞാൻ ഉണ്ടായതിനു ശേഷം അച്ഛനും അമ്മയ്ക്കും എന്നെ അറിയാൻ വേണ്ടി, പല ആൾക്കാരിൽ നിന്നും എന്നെ വേറിട്ട് പലർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ കൽപ്പിച്ച പേരാ. ഒരു 60 ദിവസം ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ, ഒരു അപേക്ഷയും കൊടുത്തിട്ട് ഒരു 60 ദിവസം കാത്തു നിന്ന് കഴിഞ്ഞാൽ ഈ പേരെനിക്ക് മാറ്റാം. അത്യാവശ്യം പണച്ചെലവ്, പൈസ കയ്യിലുണ്ടെന്ന് വെച്ചാൽ ഈ ആണ് എനിക്ക് പെണ്ണാവാം. എന്താ ഇപ്പം സത്യമുള്ളത്? ആലോചിച്ച് നോക്കൂ. നമ്മൾ അഭിമാനിക്കുന്ന ഞാനിതാണ്, ഞാൻ അതാണ്, ഞാൻ മറ്റതാണ്, ഇങ്ങനെ അഭിമാനിക്കുന്ന ഓരോന്നിനെയും വെച്ച് വിചാരം ചെയ്ത് നോക്കൂ. അതെന്താ സാധനം എന്ന്? ഒക്കെ വെറും കൽപ്പനകൾ മാത്രമാണ്. നമ്മളിലേക്ക് പിന്നീട് വന്ന് ചേർന്നവ മാത്രമാണ്. എന്നാൽ ഉള്ളത് നമ്മളുടെ ഉള്ളിൽ ഞാൻ 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 എന്ന് നിരന്തരം സ്പന്ദിക്കുന്ന ആ ബോധ ചൈതന്യമാണ്. അങ്ങനെയുള്ള ആ ഭഗവാനിലേക്ക്, അതാണ് മായയോടുകൂടി ചേർന്ന് നിൽക്കുമ്പം പ്രപഞ്ചം ഉണ്ടെന്ന് പറയുമ്പം, പ്രപഞ്ചം ഇങ്ങനെയൊക്കെ കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ, മനസ്സ് അനുഭവിപ്പിക്കുന്നത് സത്യമാണെന്ന് കരുതുന്ന അജ്ഞാനം നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് പ്രപഞ്ചമുണ്ട്. ആ അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാൽ പ്രപഞ്ചമില്ല. ഇത്രേ കരുതണ്ടോ? മായയെ ആശ്രയിച്ചിട്ട് ഭഗവാൻ സൃഷ്ടി നടത്തുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. മായയോട് ചേർന്ന് നിന്നാൽ പ്രപഞ്ചമുണ്ട്, മായ ഇല്ല എന്ന് വെച്ചാൽ പ്രപഞ്ചമില്ല. അജ്ഞാനം നീങ്ങിയ പ്രപഞ്ചമില്ല, അജ്ഞാനമുള്ളിടത്തോളം പ്രപഞ്ചമുണ്ട്. അപ്പൊ ക്വചിത് അജയാത്മനാജ ചരതോനുചരന്നിഗമ, മായയോടുകൂടി ചേർന്നിട്ടും ചേരാതെയും നിൽക്കുന്ന ഭഗവാനിലേക്ക് ഞങ്ങളിതാ വേദങ്ങൾ സഞ്ചരിക്കുന്നു എന്നാണ്. ബൃഹദുപലബ്ധമേതത് അഭയന്ത്യവശേഷതയാ യഥ ഉദയാസ്തമയോ വികൃതേർമൃതിവാ വികൃതാത്. പിന്നെ ആ ഒരു ബ്രഹ്മത്തെ ഒന്നും കൂടി ബോധിപ്പിക്കാൻ ശ്രമിക്കുക. അവശേഷതയാ, അവശേഷിക്കുന്നതുകൊണ്ട്, ഏതത് ഉപലബ്ധം, ഈ ഇതൊക്കെ കഴിഞ്ഞാൽ അവശേഷിക്കുന്നതെന്തോ, ആ അവശേഷിക്കുന്നതിനെ വിചാരം ചെയ്യുമ്പം എന്ത് നമുക്ക് ലഭിക്കുന്നോ എന്നാണ്. എന്നുവെച്ചാൽ ഈ കാണും കേൾക്കുക അറിയുകയും ചെയ്യുന്നതൊക്കെ ഇല്ലാതെയായാൽ അവസാനം അവശേഷിക്കുന്നത് എന്താണ്? ആദ്യം ഉണ്ടായത് എന്താണ്? ഇതൊക്കെ മുന്നേ പറയപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഈ ശ്ലോകങ്ങൾ പറയുന്നതൊക്കെ മുന്നേ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണെന്ന്, ആവർത്തിക്കുകയാണെന്ന്. ആവർത്തനം എന്ന് പറയുന്നത് ആധ്യാത്മികതയിൽ അല്ലെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഒരു ദോഷമല്ല എന്നും കൂടി മനസ്സിലാക്കുക. സാഹിത്യത്തിൽ പുനരുക്തി ദോഷ, ആധ്യാത്മികതയിൽ പുനരുക്തി ആവശ്യമാണ്. അഭ്യാസേനതു കൗന്ദേയ എന്ന് ഭഗവാൻ ഗീതയിൽ പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഹേ അർജുന, വായു പോലെ പുറമേക്ക് വ്യാപിച്ച് കിടക്കുന്ന വിഷയങ്ങളിലേക്ക് കുതിച്ചു പായുന്ന മനസ്സിനെ എങ്ങനെയാ നിയന്ത്രിക്കാൻ ചോദിക്കുമ്പോൾ ഭഗവാൻ എന്താ പറയുക? അഭ്യാസം ചെയ്യൂ. എന്താ അഭ്യസിക്കുക എന്ന് വെച്ചാൽ? അഭ്യാസം എന്ന് വെച്ചാൽ എന്താ? നിരന്തരമായ ആവർത്തനമാണ്. അപ്പം നിരന്തരമായി ഈ സത്യത്തെ ശ്രവിക്കുവാൻ, ഈ സത്യവിചാരം ചെയ്യുവാൻ നിരന്തരമായിട്ട് കേൾക്കണം. അപ്പം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു ദോഷമായിട്ട് ഒരിക്കലും കരുതരുത്. ഏത് ശാസ്ത്രം നോക്കിയാലും മുന്നേ പറഞ്ഞതിന് പിന്നെയും പറയുക ചെയ്യുക. ഏറിയ സമയവും വ്യവഹാരതലത്തിൽ ലൗകിക തലത്തിൽ നിൽക്കുന്ന, അതുമൂലം ഇപ്പം ഇത്രയും കാലം അധികം നിന്നത് അവിടെയാണ്, ലോകത്തിലാണ്. ഇപ്പോഴും അധിക സമയം നിൽക്കുന്നത് ലോകത്തിലാണ്. അപ്പം നമ്മളുടെയൊക്കെ ഉള്ളിൽ ഏറ്റവും ഉറച്ചു ഉള്ളത് ഇപ്പം എന്താ? ലോക സംസ്കാരമാണ്. അത് നീങ്ങുകയും
തൽസ്ഥാനത്ത് ഈ സത്യം പ്രകാശിക്കുകയും ചെയ്യണമെങ്കിൽ എത്ര തീവ്രമായി നമ്മൾ ലോകത്തെ സ്മരിച്ചുവോ വിചാരം ചെയ്തുവോ വ്യവഹരിച്ചുവോ അത്ര തീവ്രമായി ഈ സത്യത്തെ സ്മരിക്കണം, വിചാരം ചെയ്യണം, സത്യത്തിൽ വ്യവഹരിക്കണം. അതിനെ ആവർത്തിച്ച് കേൾക്കണം. എന്നാലേ നമ്മുടെ ശ്രദ്ധ സത്യത്തിൽ പതിയൂ. അതാണ് പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നതും ഇത് ഇല്ലാതെയായാൽ അവശേഷിക്കുന്നതും ഇന്ന് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ സത്യമായിട്ട് പ്രകാശിക്കുന്നതും ആയത് ഏതൊരു തത്വമാണോ, യഥ ഉദയാസ്തമയോ വികൃതേർമൃതിവാ വികൃതാത്, ഏതൊരു തത്വത്തിൽ നിന്നാണോ ഈ വികാരങ്ങളൊക്കെ, ഈ സകല വിഷയങ്ങളും ചുരുക്കിയങ്ങ് പറഞ്ഞാൽ ഈ കാണുന്ന നാമരൂപാത്മകമായ എല്ലാം ഏതൊരു തത്വത്തിൽ നിന്ന് പ്രകാശിച്ചുവോ ആ ഒരടിസ്ഥാന തത്വത്തെ സത്യമായി കരുതി അതർഷയോ ദധു സ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. അപ്പൊ ഈ ഒരു പരമമായ തത്വമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉദയാസ്തമയങ്ങൾ ഏതൊരു സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി സംഭവിക്കുന്നുവോ അതാണ് സത്യം എന്നറിഞ്ഞ് ഋഷീശ്വരന്മാർ അവരുടെ വാക്കും പ്രവൃത്തിയും ഉപാസനകളൊക്കെ ആ സത്യത്തിലേക്കായി ചെയ്യുന്നു എന്നാണ്. ഇവിടെ മറ്റ് അന്യദേവതാ ഉപാസനകളൊക്കെ ഇപ്പൊ ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനം ഏകമായ സത്യം ആണ് എന്നാദ്യം പറഞ്ഞു. ഇതിപ്പോ വേദഭാഗങ്ങളെ വിചാരം ചെയ്യുമ്പോൾ പല ഭാഗത്തും ഇപ്പം അഗ്നിക്കായിട്ടുള്ള സ്തുതി, ഇന്ദ്രനായിട്ടുള്ള സ്തുതി, വായുവിനായിട്ടുള്ള സ്തുതി എന്നൊക്കെ കാണാം. അപ്പൊ ഇവിടെ ഒരു സംശയം പ്രാഥമിക തലത്തിൽ സാധകൻ ഉണ്ടാവാം. ആ സംശയത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് ഇവിടെ അഗ്നി ആണെങ്കിലും വായുവായിട്ടും അഗ്നിയായിട്ടും ഈ പല ഭാവങ്ങളിലൂടെ പ്രകാശിക്കുന്നത് ഏകമായ തത്വം തന്നെയാണെന്ന് രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ ഉറപ്പിച്ചത്. ഉദാഹരണവും പറഞ്ഞു. ഭുവി ദത്തപദാനി നൃണാം, ഈ മരത്തിൻ്റെ മുകളിൽ ഇരുന്നാലും സ്റ്റേജിൻ്റെ മുകളിലാണെങ്കിലും കസേരയ്ക്ക് മുകളിലാണെങ്കിലും ആധാരം ഭൂമിയാണെന്നതുപോലെ സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി, ഏതൊരു ദേവനെ ഏത് രീതിയിൽ എങ്ങനെ നമസ്കരിച്ചാലും എത്തിച്ചേരുക കേശവനിലേക്കാണെന്നർത്ഥം. ആകാശാൽ പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. പ്രസിദ്ധമായ ശ്ലോക. ഈ ശ്ലോകത്തിന്റെ ആശയം 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ടാണ് ലോകശ്രദ്ധയെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചത് 1893 വിവേകാനന്ദ സ്വാമികൾ സെപ്റ്റംബർ 11 ആ 4 മിനിറ്റിൽ പ്രധാനമായിട്ട് അദ്ദേഹം ഈ ഒരൊറ്റ ശ്ലോകത്തിന് ആശയം പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണോ ആകാശത്ത് നിന്നും താഴത്തേക്ക് നിപതിക്കുന്ന മഴത്തുള്ളികൾ ജലം അവസാനം ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ കുറെ അഴുക്കുചാലാവാം, കുറെ നദിയിലേക്ക് പോവാം, കുറെ തോട്ടിലേക്ക് പോവാം, എന്നാൽ ഏറ്റവും അവസാനം ഇതൊക്കെ സമുദ്രത്തിലേക്ക് എത്തുന്നുണ്ട്. അതേപോലെ ഏത് രീതിയിൽ, എവിടെ, എങ്ങനെ, ഏത് സമ്പ്രദായത്തെ സ്വീകരിച്ചിട്ട് ഏത് ആചാര്യന്റെ പക്ഷപ്രകാരം ഉപാസനകൾ ചെയ്താലും ഈ മാർഗങ്ങളൊക്കെ എത്തിച്ചേരുക ഏകമായ ലക്ഷ്യത്തിലേക്കാണ്. ഇതി തവ സൂരയസ്ത്ര്യധിപതേഖില ലോകമല ക്ഷപണകഥാമൃതാബ്ധിം അവഗാഹ്യതപാംസിജഹോ. ഇത് മനസ്സിലാക്കി സൂരയഃ ബുദ്ധിമാന്മാർ, അല്ലയോ ഈ അഖില ലോകത്തിനും ത്രയധിപതിയായ അങ്ങയെ അഖില ലോകമലക്ഷപണ കഥാമൃതാബ്ധിം, അങ്ങയുടെ അഖില ലോകമലക്ഷപണ കഥാമൃതാബ്ധിം, അഖില ലോകത്തിൻ്റെയും മലത്തെ, അജ്ഞാനത്തെ അല്ലെങ്കിൽ അഴുക്കുകളെ നശിപ്പിക്കുന്ന കഥാമൃതാബ്ധിം, കഥയാകുന്ന അമൃതാബ്ധിം, അമൃതിൽ മുങ്ങി തപാംസിജഹോ, ദുഃഖങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ അങ്ങയുടെ കഥകൾ കേട്ട് അങ്ങയ്ക്ക് ഈ ഉപാസനകൾ ചെയ്തുകൊണ്ട് മനസ്സിലെ അജ്ഞാനത്തെ തീർത്തും നശിപ്പിച്ച് പരമഭജന്തിയെ പദമജസ്ര സുഖാനുഭവം. അറിയോ ഭഗവാന് പിന്നെ പറയേണ്ടതുണ്ടോന്നാണ്. അങ്ങയുടെ കഥകൾ കേട്ടിട്ട് തന്നെ ഉള്ളിലുള്ള അജ്ഞാനത്തെയൊക്കെ തീർത്തും നശിപ്പിച്ചിട്ട് എത്രയോ ആൾക്കാർ അങ്ങയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പം പിന്നെ അങ്ങയ്ക്കായിക്കൊണ്ട് പ്രവർത്തികൾ സമർപ്പിച്ചുകൊണ്ടും അങ്ങയ്ക്കായിക്കൊണ്ട് ഉപാസനകൾ ചെയ്തുകൊണ്ടും സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന അനുഭവം പിന്നീട് പറയേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പം ഈ മനുഷ്യജന്മം കിട്ടിയാൽ മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ്? ഈ സത്യത്തെ സാക്ഷാത്കരിക്കുക. നമ്മളൊക്കെ ജീവിക്കുന്നത് പരമമായ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ആ സുഖം അത് ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, മിന്നി മറയുന്ന നശ്വരങ്ങളായ ക്ഷണികങ്ങളായ വിഷയങ്ങളെ ആശ്രയിച്ച് കിട്ടില്ല. നമുക്ക് എന്തൊരനുഭവവും ഒരു അനുഭവം നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ സ്വഭാവത്തിനാൽ ആപേക്ഷികമായ അനുഭവമേ അത് നൽകുള്ളൂ. പ്രപഞ്ചത്തിൽ നമുക്കുണ്ടാവുന്ന അനുഭവം പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തിനാൽ ആപേക്ഷികമായിരിക്കും. പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നശ്വരമാണ്. അപ്പം അതിനെ ആശ്രയിച്ച് കിട്ടുന്ന എന്തു സുഖം കിട്ടില്ല എന്ന് പറയുന്നില്ല. ഇന്ന് സുഖാണെങ്കിൽ അടുത്ത നിമിഷം ദുഃഖാവും, ഇല്ലാതെയാവുമ്പം ദുഃഖം ഉണ്ടാവും. നിത്യമായ നിരന്തരമായ സുഖം, നിത്യമായ നിരന്തരമായ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോഴേ സാധിക്കൂ. അപ്പം മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ സത്യത്തെ സാക്ഷാത്കരിക്കലാണ്. അതില്ല എന്ന് വെച്ചാൽ ഉദാത്തമായ മനുഷ്യജന്മം കിട്ടിയിട്ടും സത്യാന്വേഷണമാണ്
ജീവിതം എന്ന് വെച്ചാൽ ജീവിതത്തെ സത്യ അന്വേഷണമായി മുന്നോട്ടേക്ക് കൊണ്ടുപോയി ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ എന്തേ ഉള്ളൂ, ധൃതയ ഇവ ശ്വസന്തി എന്നാണ്. ഈ കൊല്ലനൊക്കെ ഊതാൻ ഉപയോഗിക്കുന്ന ഉല ഉണ്ട്. അങ്ങനെ ഒരു ഭാഗത്തൂടെ കാറ്റിങ്ങനെ കയറും, മറ്റേ ഭാഗത്തൂടെ കാറ്റിങ്ങനെ പോവും. അത്ര തന്നെ ഉള്ളൂ എന്നാണ്. മൂക്കിലൂടെ കാറ്റിങ്ങനെ കയറും, പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെയുള്ളൂ ഈ ശരീരം എന്നാണ്. പക്ഷെ മറ്റ് ജന്തുക്കളിൽ നിന്നും, അതുകൂടി പറഞ്ഞ് നമുക്കങ്ങ് നിർത്താം, മറ്റ് ജന്തുക്കളിൽ നിന്നും ഈ മനുഷ്യനെ വ്യത്യസ്തനാക്കി വ്യതിരിക്തനാക്കി നിലനിർത്തുന്നത് എന്താ? സംശയിക്കേണ്ട വിശേഷ ബുദ്ധിയാണ്. ഒരു 100 കൊല്ലം മുന്നത്തെ പശുവും ഇന്നത്തെ പശുവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 100 കൊല്ലം മുന്നത്തെ മനുഷ്യനും ഇന്നത്തെ മനുഷ്യനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്താ ആ വ്യത്യാസം ഇല്ലായ്മയ്ക്കും വ്യത്യാസത്തിനും കാരണം? പശുവായിട്ട് തന്നെ നിൽക്കുമ്പോൾ മനുഷ്യൻ വികസിച്ച് മുന്നോട്ടേക്ക് പോവുക. വിശേഷ ബുദ്ധിയാണ്, വേറൊന്നുമല്ല. ഊണ് കഴിക്കാനും ഭോഗിക്കാനും ആയതിലൂടെ ഇരയിൽ നിന്നും ഇണയിൽ നിന്നും കിട്ടുന്ന ആനന്ദം ഏറ്റവും അധികം അനുഭവിക്കാനും മനുഷ്യനായിട്ട് ജനിക്കണ്ട. ഇനി അത് അളവില്ലാതെ അനുഭവിക്കലാണ് ലക്ഷ്യമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കുന്നതിനേക്കാൾ നല്ലത് പല കഴുതിയായിട്ടോ നായിയായിട്ടോ ജനിക്കുക. മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ പല നിയമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വല്യച്ഛൻ്റെ മോളാണ്, മറ്റേത് ഏട്ടനാണ്, അനിയനാണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നായും പട്ടിയായ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് സമയവും ആരെ വേണമെങ്കിലും പ്രാപിക്കാം, എന്തും തിന്നാം. മനുഷ്യനെ മനുഷ്യനാക്കി വ്യതിരക്തനാക്കി നിലനിർത്തുന്നത് വിശേഷ ബുദ്ധിയാണ്. ആ വിശേഷ ബുദ്ധിയെ ഉപയോഗിക്കുക. എങ്ങനെയാണ് ബുദ്ധി ഉപയോഗിക്കപ്പെടുക? വിചാരം വഴിയാണ്. വിശേഷമായിട്ട് ചിന്തിക്കുക. തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് വിചാരം ചെയ്യാൻ മനുഷ്യനെ കഴിയും. അങ്ങനെ വിചാരം ചെയ്ത് താൻ ആര്, ഈ പ്രപഞ്ചം എന്ത് എന്നുള്ള അടിസ്ഥാനമായ സത്യം സാക്ഷാത്കരിക്കപ്പെടുമ്പം, പരമമായ ജ്ഞാനം അനുഭവത്തിൽ വരുമ്പം അവിടെ നിത്യമായ നിരന്തരമായ ആനന്ദം സിദ്ധിക്കും എന്നർത്ഥം. സാമാന്യമായി ഈ ശ്രുതിഗീതയുടെ പ്രതിപാദ്യ വിഷയം ഇതാണ്. അപ്പം ആ ഒരു ഭാഗം, ഇപ്പം നമ്മുടെ സമയം അവസാനിച്ചു, ആ ഒരു ഭാഗം സജ്ജന സമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് മംഗളശ്ലോകങ്ങളോടുകൂടി നിർത്തുകയാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.